بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذا اليوم وخير ما بعده ونعوذ بك من شر ما في هذه اليوم وشر ما في شر هذا اليوم ومن شر هذا اليوم وشر ما بعده يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, അതിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു സമയം മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ ഒരു മസ്ജിദിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ഇറങ്ങുന്ന, അവൻ്റെ കാരുണ്യം വർഷിക്കുന്ന, അവൻ്റെ മലക്കുകളുടെ സംരക്ഷണമുണ്ടാകുന്ന, സാന്നിധ്യമുണ്ടാകുന്ന, അള്ളാഹു അവൻ്റെ സന്നിധിയിൽ, അവൻ്റെ മജ്ലിസിൽ നമ്മെ ഓർക്കാൻ കാരണമാകുന്ന മഹത്തായ സദസ്സിലാണ്, അള്ളാഹുവിൻ്റെ മസ്ജിദിലാണ് നമ്മളുള്ളത് എന്ന ഓർമ്മയും പ്രതിഫലേച്ഛയും നിയ്യത്തായി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ ദൗറയുടെ അവസാനം വരെ അത് നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്ന് ആദ്യം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അശ്റു മുജിബാത്തിൻ ലിന്നജാത്ത്, ദുനിയാവിലും ആഖിറത്തിലും ഇഹത്തിലും പരത്തിലും രക്ഷ നേടാൻ നമ്മെ സഹായിക്കുന്ന 10 കാര്യങ്ങൾ. അതാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സമയത്തിൽ ഒതുങ്ങി സംസാരിക്കാനും പരസ്പരം ഓർമ്മപ്പെടുത്താനും ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന മദീനയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ, അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു റിസാലയുടെ ആകത്തുകയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അശ്റു മുജിബാത്തിൽ ലിന്നജാത്ത് എന്ന പേരിൽ നമുക്ക് വായിക്കാൻ ലഭിക്കുന്ന ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം രചിച്ചിട്ടുള്ള ചെറിയൊരു റിസാലയാണ് നമ്മുടെ വിഷയത്തിൻ്റെ പ്രധാന അവലംബം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുന്ന അവൻ്റെ യഥാർത്ഥ മുസ്ലിമീങ്ങളായ അടിമകൾ, മുഅ്മിനീങ്ങൾ, അവരെല്ലാവരും സ്വന്തം നഫ്സിന് ഉപകാരമുള്ള നന്മകൾ എന്തൊക്കെയാണ്, തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ സൗഭാഗ്യവും വിജയവും രക്ഷയും ലഭിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അന്വേഷിക്കുകയും പഠിക്കുകയും ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടവരാണ്. സലഫു സ്വാലിഹീങ്ങൾ, മഹാന്മാരായ സ്വഹാബത്ത്, അവരുടെ മുൻനിരയിൽ നിൽക്കുന്ന ഖുലഫാ റാഷിദീങ്ങൾ, അവരെല്ലാം ഈ വിഷയത്തിൽ നമുക്ക് മാതൃകയാണ്. എല്ലാ രംഗത്തും നമുക്കവരിൽ മാതൃകയുള്ളതുപോലെ മഹാന്മാരായ ഖുലഫാ റാഷിദീങ്ങളിൽ മൂന്നാമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ദുന്നൂറൈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹത്തായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്ന മഹാനായ സ്വഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇസ്ലാമിക ഖിലാഫത്ത് നിർവഹിച്ച ഖുലഫാ റാഷിദീങ്ങളിൽ മൂന്നാമൻ
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം മദീനയിലെ ഒരു പഴയ കോട്ട, അതല്ലെങ്കിൽ ഒരു ഉയർന്ന കെട്ടിടം, അതിൻ്റെ തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം ചിന്താനിമഗ്നനായി ആ കെട്ടിടത്തിൻ്റെ തണലിൽ ഇരിക്കുകയായിരുന്നു ഒരിക്കൽ. അങ്ങനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അരികിലൂടെ വരികയാണ്. ഫസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് സലാം പറഞ്ഞു. പരമാവധി ആളുകൾ മുമ്പിലിരിക്കുകയാണെങ്കിൽ ഖൈർ, മജ്ലിസിനോട് അടുത്തിരിക്കുകയാണെങ്കിൽ പ്രയാസമുള്ളവർ ചാരിയിരിക്കേണ്ട ആവശ്യമുള്ളവർ അവർക്ക് അങ്ങനെ ഇരിക്കാം. ചെറുപ്പക്കാർ, യുവാക്കൾ പരമാവധി നമ്മൾ മജ്ലിസിൻ്റെ മുമ്പിലേക്ക് ഇരിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു അരികിലൂടെ നടന്നു നീങ്ങുകയും അദ്ദേഹത്തോട് സലാം പറയുകയും ചെയ്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലം അശ്ഉർ അന്നഹു മർറ വലാ സല്ലം. ഉമർ എൻ്റെ അരികിലൂടെ നടന്നുപോയതോ എന്നോട് സലാം പറഞ്ഞതോ ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ ചെന്നത് എവിടേക്കാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്കാണ് ചെന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ യുഅ്ജിബുക അന്നി മറർതു അലാ ഉസ്മാൻ ഫസല്ലംതു അലൈഹി ഫലം യറുദ്ദ അലയ്യ സലാം. താങ്കൾ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ ഒരു കാര്യം? ഞാനിതാ ഉസ്മാനിൻ്റെ അരികിലൂടെ നടന്നു വന്നു, ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു, പക്ഷെ അദ്ദേഹം എൻ്റെ സലാം മടക്കിയില്ല. ഈ കാര്യം കേട്ടപ്പോൾ താങ്കൾ അത്ഭുതപ്പെടുന്നുണ്ടോ? അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് ചെന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ജാഅനി അഖൂക ഉമർ ഫദക്കറ അന്നഹു മറ അലൈക ഫസല്ലം ഫലം തറുദ്ദ അലൈഹി സലാം ഫമല്ലദി ഹമലക അലാ ദാലിക്. എൻ്റെ അടുക്കൽ താങ്കളുടെ സഹോദരൻ ഉമർ വന്നു, താങ്കളുടെ അരികിലൂടെ നടന്നാണ് അദ്ദേഹം എൻ്റെ അരികിലെത്തിയത്. താങ്കളോട് സലാം പറഞ്ഞിരുന്നു അദ്ദേഹം, താങ്കളാകട്ടെ അദ്ദേഹത്തിൻ്റെ സലാം മടക്കിയില്ല. എന്താണ് താങ്കൾ ഇതിന് പ്രേരിപ്പിച്ചത്? ഉമർ താങ്കളുടെ അരികിലൂടെ വന്നു, താങ്കളോട് സലാം പറഞ്ഞിട്ടും സലാം മടക്കാതിരിക്കാൻ എന്താണ് താങ്കളെ പ്രേരിപ്പിച്ചത്? ഫഖുൽതു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി മാ ശഅർതു അന്നക മറർത ബി വലാ സല്ലംത്. അല്ലയോ ഉമർ, അല്ലാഹു സത്യം, താങ്കൾ എൻ്റെ അരികിലൂടെ നടന്നു നീങ്ങിയതോ എന്നോട് സലാം പറഞ്ഞതോ ഞാൻ അറിഞ്ഞില്ല. അല്ലാഹു സത്യം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെ സാക്ഷ്യപ്പെടുത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചു. സദഖ ഉസ്മാൻ, ഉസ്മാൻ പറഞ്ഞത് സത്യമാണ്. വഖദ് ശഗലക അൻ ദാലിക അംറുൻ. താങ്കൾ അരികിലൂടെ നടന്നു നീങ്ങിയിട്ടും താങ്കൾ സലാം പറഞ്ഞിട്ടും താങ്കളോട് പ്രതികരിക്കാതെ സലാം അടക്കാതെ ഇരിക്കാൻ എന്തോ കാര്യമായ ചിന്ത ഉസ്മാൻ അലട്ടിയിരിക്കാം. ഉസ്മാൻ അതിൽ നിന്ന് മറപ്പിക്കപ്പെടുന്ന മറ്റെന്തെങ്കിലും കാര്യത്തിൽ വ്യാപൃതനായേക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം സലാം അടക്കാതിരുന്നത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചു. ഫഖുൽതു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അതെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. എന്നെ വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ ഉമറിൻ്റെ സലാം മടക്കാതിരിക്കാൻ അശ്രദ്ധയിലാക്കിയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ഹുവ, എന്താണ് ആ കാര്യം? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, തവഫല്ലാഹു നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൻ നസ്അലഹു അൻ നജാതി ഹാദൽ അംർ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ദീനിലെ രക്ഷാമാർഗം എന്താണെന്ന് നമ്മൾ ചോദിച്ച് അവിടുന്ന് അതിന് മറുപടി നൽകുന്നതിന് മുമ്പ് അള്ളാഹു മരിപ്പിച്ചു കളഞ്ഞു. എന്താണ് രക്ഷാമാർഗം? ഇഹത്തിലും പരത്തിലും ഒരുപോലെ രക്ഷ കൈവരിക്കാൻ സാധിക്കുന്ന
മഹത്തായ ദീനിൻ്റെ അടിസ്ഥാന പാഠം എന്താണ് എന്ന് ചോദിക്കാൻ സാധിക്കാതെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൊഴിമുത്തുകളിലൂടെ അതിൻ്റെ മറുപടി ഗ്രഹിച്ചെടുക്കാൻ സാധിക്കാതെ അവിടുന്ന് നമ്മിൽ നിന്ന് വിട പറഞ്ഞുവല്ലോ എന്ന ചിന്തയാണ് എന്നെ അലട്ടിയത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ടു മുമ്പ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചു. ശേഷം ഇതാ ഉമറിന് സലാം അടക്കാൻ അശ്രദ്ധയിലാണ്ടുപോയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പരിതാപം, അദ്ദേഹത്തിൻ്റെ ആശങ്ക, അതിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സാഹിബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഈ ഉമ്മത്തിൻ്റെ പതാക വഹിച്ചവൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഖദ് സഅൽതുഹു അൻ ദാലിക യാ ഉസ്മാൻ, പക്ഷേ ഞാനത് ചോദിച്ചിരുന്നു ഉസ്മാൻ, താങ്കൾ എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാതെ അവിടുന്ന് നമ്മോട് വിട പറഞ്ഞു എന്ന് ആശങ്കിച്ചത്? അതെ, ഞാനത് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചിരുന്നു ഉസ്മാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ആശങ്കയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും സടകുടഞ്ഞെഴുന്നേറ്റു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് നീങ്ങി. എന്നിട്ട് പറഞ്ഞു, ബി അബി അൻത വ ഉമ്മി യാ അബൂബക്കർ അൻത അഹഖു ബിഹാ, അല്ലയോ അബൂബക്കർ, എൻ്റെ മാതാവിനും പിതാവിനും പകരസ്ഥാനീയനായവനെ, അൻത അഹഖു ബിഹാ, താങ്കൾ അത് ചോദിക്കാൻ ഞങ്ങളെക്കാൾ അർഹനാണ്. താങ്കൾ അത് ചോദിക്കണമായിരുന്നു. കാരണം താങ്കളാണ് ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. താങ്കൾ അത് ചോദിച്ചില്ലെങ്കിൽ മറ്റാര് ചോദിക്കാനാണ്? അൻത അഹഖു ബിഹാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സംഭവം വിവരിക്കുകയാണ്. ഖുൽതു, ഒരിക്കൽ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാ നജാതു ഹാദൽ അംർ, അള്ളാഹുവിൻ്റെ റസൂലെ, എന്താണ് ഈ ദീനിൽ രക്ഷപ്പെടാനുള്ള മാർഗം? അള്ളാഹുവിൻ്റെ ദീനിൽ രക്ഷയേകുന്ന, ഇഹത്തിലും പരത്തിലും ഒരുപോലെ സുരക്ഷയൊരുങ്ങുന്ന, അതിന് കാരണമാകുന്ന കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി പറഞ്ഞു, മൻ ഖബില മിന്നി അൽ കലിമത്തല്ലത്തി അറൽതു അലാ അമ്മി ഫറദ്ദഹ അലയ്യ ഫഹിയ ലഹു നജാത്ത്. ഏതൊരു വാക്കാണോ എൻ്റെ പിതൃവ്യനായ അബൂ താലിബിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ മരണശയ്യയിൽ ഞാൻ സമർപ്പിച്ചത്, പ്രഖ്യാപിക്കാൻ ഞാൻ ആവർത്തിച്ചാവശ്യപ്പെട്ടത്, ഫറദ്ദഹ അലയ്യ, ഏതൊരു വാക്കാണോ ഞാൻ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും, ഖുൽ യാ അമ്മി എന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ചൊല്ലാൻ, പ്രഖ്യാപിക്കാൻ, ഉദ്ഘോഷിക്കാൻ തിരസ്കരിച്ചത്, തള്ളിക്കളഞ്ഞത് ഏതൊരു വാക്കാണോ, ഫഹിയ ലഹു നജാത്ത്, അതാണ് രക്ഷാമാർഗം. അതാണ് ഇഹത്തിലും പരത്തിലും നമുക്ക് രക്ഷയൊഴുക്കുന്ന, സൗഭാഗ്യവും സമാധാനവും വിജയവും നൽകുന്ന മഹത്തായ വാക്ക്. ഇസ്ലാമിൻ്റെ അടിത്തറ ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു തൗഹീദ്, കലിമത്തു ഷഹാദ, കലിമത്തുൽ ഇഖ്ലാസ്, കലിമത്തു തഖ്വ, അൽ ഉർവത്തുൽ വുസ്ഖ, കലിമത്തുൻ ത്വയ്യിബ, മിഫ്താഹുൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾപ്പിച്ചു. സഹോദരങ്ങളെ, ഇവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. ഇവരായിരുന്നു ഈ ഉമ്മത്തിനെ നയിച്ച ഖുലഫാ ഉർ റാഷിദുകൾ. ഇവരായിരുന്നു മനുഷ്യരിൽ, പുരുഷാരങ്ങളിൽ നമുക്ക് ഏറ്റവും മാതൃകയാകേണ്ടവർ, ആകപ്പെടേണ്ടവർ. അവരുടെ ചിന്ത ഇതായിരുന്നു. ആരാണ് ഈ ചിന്ത തൻ്റെ സഹചാരികളോട് പങ്കുവച്ചത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആരായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? ഉസ്മാനു ഫിൽ ജന്ന, ഉസ്മാനും സ്വർഗത്തിലാണ് എന്ന് ജീവിച്ചിരിക്കവേ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയാം, തബൂക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ മുസ്ലിമീങ്ങൾ പെട്ടെന്ന് യുദ്ധത്തിന് തയ്യാറെടുക്കേണ്ടി വന്നു. അവർക്കാവശ്യമായ ആയുധങ്ങളോ സന്നാഹങ്ങളോ ഭൗതികമായ മാർഗങ്ങളോ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പ്രയാസത്തിലാണ്. യുദ്ധത്തിനൊരുങ്ങണം നിർബന്ധിതമായി. അങ്ങനെ അതാ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു
തൻ്റെ വീട്ടിൽ നിന്ന് 1000 സ്വർണ്ണ നാണയങ്ങൾ ഒരു കിഴിയിലാക്കി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിൽ വെച്ചു കൊടുക്കണം. അങ്ങനെയാണ് ആ യുദ്ധത്തിന് ഇസ്ലാമിക സൈന്യം ഒരുങ്ങുന്നത്. ആ സൈന്യത്തിന് ചരിത്രം നൽകിയ പേര് ജയ്ഷുൽ ഉസ്ര എന്നാണ്. പ്രതിസന്ധിയുടെ ഞെരുക്കത്തിൻ്റെ ഘട്ടത്തിൽ നിർബന്ധിതരായി യുദ്ധത്തിനിറങ്ങേണ്ടി വന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ സമ്പത്തിനാൽ അള്ളാഹു കാരണമാക്കി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ സജ്ജമായ ഞെരുക്കത്തിൻ്റെ വേളയിൽ യുദ്ധം ചെയ്യേണ്ടി വന്ന ജയ്ഷുൽ ഉസ്ര. ഈ സംഭവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ അഫ്ഫാനിൽ നിന്ന് 1000 സ്വർണ്ണ നാണയങ്ങൾ സ്വീകരിച്ചതിന് ശേഷം അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, മാ ദറ ഉസ്മാന മാ അമില ബഅദൽ യൗം. ഈ ദിവസത്തിന് ശേഷം ഉസ്മാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പരലോകത്തേക്ക് ദോഷം ചെയ്യുകയില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശേഷം വരുന്ന പാപങ്ങൾ ഇതൊരൊറ്റ പ്രവർത്തനം കൊണ്ട്, ഈ ഒരൊറ്റ സ്വതക്ക കൊണ്ട്, ഈ ഒരൊറ്റ അമൽ കൊണ്ട് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യും. അദ്ദേഹത്തിന് സ്വർഗപ്രവേശം സാധ്യമാകുമെന്ന് ജീവിച്ചിരിക്കവേ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മതിച്ച തൻ്റെ സഹോദരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സലാം പോലും മടക്കാതിരിക്കാൻ അശ്രദ്ധയിലാണ്ട് പോയ ചിന്തയിൽ അവിടുത്തെ തളച്ചിട്ടത് ഇതായിരുന്നുവെങ്കിൽ നമ്മുടെ ചിന്ത എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച, നമ്മുടെ ഉറക്കം കെടുത്തുന്ന, നമ്മുടെ മനസ്സിനെ മതിക്കുന്ന, നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുന്ന, നമ്മൾ സമയം കൊല്ലുന്ന, നമ്മൾ ആഴത്തിൽ അന്വേഷിക്കുന്ന, നമ്മൾ റിസർച്ച് ചെയ്യുന്ന, നമ്മൾ പരസ്പരം ചാറ്റ് ചെയ്യുന്ന, നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ കണ്ടുമുട്ടിയാൽ നമ്മുടെ ഒഴിവുവേളകളിൽ പരസ്പരം സംവദിക്കുന്ന നമ്മുടെ ചിന്തകൾ എന്താണ് സഹോദരങ്ങളെ? നമ്മുടെ വാക്കുകൾ എന്താണ്? നമ്മുടെ പ്രവർത്തനങ്ങൾ എന്താണ്? നമ്മുടെ സമീപനങ്ങൾ എന്താണ്? നമ്മുടെ നിലപാടുകൾ എന്താണ്? ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവർ ഖുലഫാഉർ റാഷിദീങ്ങൾ അബൂബക്കറും ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ ഹൃദയങ്ങളെ പിടിച്ചുകുലുക്കിയ ചിന്തയാണ്. ഈ ചിന്ത നമുക്കുണ്ടാകണം. അതാണ് നമ്മുടെ വിഷയത്തിൻ്റെ കാതലായ നസീഹത്ത്. എന്താണ് ഇഹത്തിലും പരത്തിലും ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ രക്ഷ നേടാൻ, വിജയം നേടാൻ, നരകത്തിൽ നിന്ന് അകലാൻ, സ്വർഗം വെട്ടിപ്പിടിക്കാൻ നമുക്ക് സാധ്യമാകുന്ന സുരക്ഷാ മാർഗങ്ങൾ എന്താണ്? വിജയത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ്? പരലോകത്ത് യഥാർത്ഥ വിജയം അൽ ഫൗസുൽ ഹഖീഖി, ഇത് നേടാൻ നമ്മൾ സമ്പാദിക്കേണ്ടുന്ന അറിവെന്താണ്? പ്രവർത്തനം എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? സമ്പാദ്യം എന്താണ്? ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, ആഴത്തിലിട്ടാലോചിക്കണം, പരസ്പരം ഗുണദോഷിക്കണം, ഉപദേശിക്കണം, നസീഹത്തുകൾ കൈമാറണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ തൻ്റെ വീട്ടിലിരുന്ന് കരയുകയാണ്. അരികിൽ ഭാര്യയുണ്ട്, തൻ്റെ സഹധർമ്മിണിയുണ്ട്. ഫസഅലത്ഹു മല്ലദി അബ്ഖാക്, തൻ്റെ പ്രിയതമനോട് ആ മഹിളാരത്നം ചോദിച്ചു, എന്താണ് താങ്കളെ കരയിപ്പിക്കുന്നത്? എന്തിനാണ് താങ്കൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ദക്കർതു ഖൗലല്ലാഹി അസ്സ വജൽ വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖദിയ്യ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. സൂറത്തു മറിയമിലെ ആയത്തുകൾ അദ്ദേഹം ഓതി കേൾപ്പിച്ചു തൻ്റെ ഭാര്യയ്ക്ക്. അള്ളാഹു പറഞ്ഞില്ലേ, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളിലെല്ലാ ഓരോരുത്തരും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയുടെ ഭീതിജനകമായ രംഗം അതിന് സാക്ഷിയാകേണ്ടി വരും. ഖാന അലാ റബ്ബിക ഹത്മൻ മഖദിയ്യ, അത് നിന്റെ റബ്ബ് ഖണ്ഡിതമായി വിധിച്ച കാര്യമാണ്. പരലോകത്ത് നാം എല്ലാവരും, മുഅ്മിനും കാഫിറും, വഴിപ്പെട്ടവനും ധിക്കാരിയും എല്ലാവരും ഒരുപോലെ നരകത്തിൻ്റെ ഭയാനകത നേർക്കുനേരെ കാണേണ്ടി വരും. സിറാത്ത് എന്ന പാലം നരകത്തിന് കുറുകെ തലനാരിഴയേക്കാൾ നേർത്ത, വാളിനേക്കാൾ മൂർച്ചയുള്ള ആ പാലം, നരകം താഴെ ആളിക്കത്തുന്ന ഭീതിതമായ നരകത്തിന് കുറുകെ തീർക്കപ്പെട്ട പാലം, ആ പാലത്തിലൂടെയുള്ള സഞ്ചാരം നാം ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. നരകത്തിൻ്റെ ഭീതിതമായ രംഗത്തിന് നമ്മൾ സാക്ഷിയാകേണ്ടി വരും. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് നിർബന്ധമായ കാര്യങ്ങൾ പ്രവർത്തിച്ച് ഹറാമുകൾ ഒഴിവാക്കി
തഖ്വ കൈക്കൊണ്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിൽ നിന്ന് രക്ഷിക്കും. വനദറുൽ ളാലിമീന ഫിഹാ ജിസിയ, അല്ലാഹു പറയുന്നു, അക്രമികളായ തോന്നിവാസികളായ ധിക്കാരികളെ ആ നരകത്തിൽ നാം മുഖം കുത്തി വീഴുന്ന രൂപത്തിൽ അവരെ വിട്ടേക്കും, അവരെ ശിക്ഷിക്കും. അല്ലാഹു പറയുന്നു. ഈ ആയത്ത് ഓതിയിട്ട് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയോട് ചോദിക്കുകയാണ്, ഫല അദ്രി അനൻജു മിൻഹ അംല, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുമോ ഇല്ലയോ എന്ന ചിന്തയാണ്, എന്ന പേടിയാണ്, എന്ന ഭീതിയാണ് എന്നെ കരയിപ്പിച്ചത്. സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. ആരായിരുന്നു അദ്ദേഹം? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടാൽ അവിടെ നിൽക്കുന്ന, ചിന്തിക്കാതെ ഒരു നിമിഷാർദ്ധ നേരത്തേക്ക് പോലും അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് ആലോചിക്കാതെ അപ്പടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒപ്പിയെടുത്ത സ്വഹാബിമാരിലുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ നമുക്ക് കാണാം, ഒരിക്കൽ മസ്ജിദ് നബവിയിൽ ഇരിക്കുന്ന സ്വഹാബികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംവദിക്കുകയാണ്. അവിടുന്ന് അവരെ ഉപദേശിക്കുകയാണ്. സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാൻ പറയുന്നു. മസ്ജിദ് നബവിക്കകത്തുള്ള സ്വഹാബികളോട് ഇരിക്കാൻ പറയുന്നു. ഇജ്ലിസു. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയുടെ പുറത്തുകൂടി മസ്ജിദിലേക്ക് എത്തുന്നേ ഉള്ളൂ. അദ്ദേഹം മസ്ജിദ് നബവിയുടെ പുറത്താണ്. അദ്ദേഹം മസ്ജിദ് നബവിയുടെ ചാരത്തെത്തിയതും കേൾക്കുന്നത് എന്താണ്? മസ്ജിദ് നബവിക്കകത്തുള്ള സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കൂ എന്ന് പറയുന്നത്. അദ്ദേഹം എത്തിയെടുത്തിരുന്നു എന്നാണ്. ആരോടാണ് ഈ പറയുന്നത്? എന്താണ് ഇരിക്കാൻ പറഞ്ഞ പശ്ചാത്തലം? ഒന്നും ചിന്തിച്ചില്ല. എത്തിയെടുത്തിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കൂ എന്ന് പറഞ്ഞത് കേട്ടു. പിന്നെ വേറെ വർത്തമാനമില്ല, വേറെ ചിന്തയില്ല, അവിടെ ഇരുന്നു. അതാണ് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. തആൽ യാ അബ്ദല്ലാഹ് സാദകല്ലാഹു തആഅത്തല്ലാഹി വതആഅത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. അകത്തേക്ക് കടന്നു വരൂ. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു താങ്കൾക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഈ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹുവിൻ്റെ ചിന്തയാണിത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലേ? ഖിയാമത്ത് നാളിൽ നരകത്തിൻ്റെ ഭീതിതമായ കാഴ്ചക്ക് സാക്ഷിയായാൽ അള്ളാഹു രക്ഷപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമോ ഇല്ലേ? അദ്ദേഹത്തെ കരയിപ്പിച്ച ആയത്താണിത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും രക്ഷ ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം, നമ്മൾ അന്വേഷിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ചർച്ചയിലും ചിന്തയിലും അതുണ്ടാകണം. അത് അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഉദ്ഘോഷണമാണ്. അള്ളാഹു ഖുർആനിലൂടെ ഫിർഔനിൻ്റെ ചരിത്രം പറയവേ, ബനു ഇസ്രായേലരിൽ ഫിർഔൻ്റെ സമൂഹത്തിൽ നിന്ന് ഈമാൻ കൈക്കണ്ടൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ ധിക്കാരികളായ സമൂഹത്തെ അദ്ദേഹം ഇസ്ലാമിലേക്ക്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക്, ഹിദായത്തിലേക്ക്, ഹക്കിലേക്ക് ക്ഷണിക്കുന്നു. അക്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വാചകങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം പറയുന്നതായി ഖുർആനിലൂടെ പറഞ്ഞു. വയാ ഖൗമി മാലി അദ്ഉകും ഇലൻ നജാഹ് വതദ്ഊനനി ഇലൻ നാർ. എൻ്റെ സമൂഹമേ, നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് രക്ഷയിലേക്കാണ്, ഇസ്ലാമിലേക്കാണ്, തൗഹീദിലേക്കാണ്, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളുടെ മാർഗത്തിലേക്കാണ്, ഇഹത്തിലും പരത്തിലും രക്ഷ നേടാവുന്ന വിജയത്തിലേക്കാണ്, രക്ഷാമാർഗത്തിലേക്കാണ്. വതദ്ഊനനി ഇലൻ നാർ. നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കും. എന്താണ് എൻ്റെ അവസ്ഥ? നിങ്ങളെ രക്ഷയിലേക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ എന്നെ നരകത്തിലേക്ക്, ശിക്ഷയിലേക്ക് ക്ഷണിക്കുന്നു. രക്ഷയിലേക്ക് ക്ഷണിക്കുക, വിജയത്തിലേക്ക് നയിക്കുക എന്നത് ഖുർആനിൻ്റെ അധ്യാപനമാണ്. നമ്മൾ പരസ്പരം ഉപദേശിക്കേണ്ടത് നന്മയിലേക്കാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. മുൻഗാമികൾ ചിലർ പാടിയതുപോലെ, മാ ബാലു ദീനിക തർല അൻ തുദന്നിസഹു വസൗബുക ദഹ്റ മഗ്സൂലുൻ മിനദ് ദനസി. എന്താണ് നിന്റെ ദീനിൻ്റെ അവസ്ഥ? തർല അൻ തുദന്നിസഹു, അത് മലീമസമാകുന്നത് നീ ഇഷ്ടപ്പെടുന്നോ? നിന്റെ ദീൻ ഹറാമുകൾ പ്രവർത്തിച്ച് തിന്മകളിലേക്ക് വശംവദനായി കണ്ണുകൊണ്ടും കാതുകൊണ്ടും ചിന്ത കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെതിരായ കാര്യങ്ങൾ
നിന്റെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ച് നിന്റെ ദീൻ മലീമസമാകുന്നത് നീ ഇഷ്ടപ്പെടുന്നുവോ? വസൗബുക ദഹ്റ മഗ്സൂലുൻ മിനദ്ദനസി, നിന്റെ വസ്ത്രത്തിൽ ഒരു അഴുക്ക്, ഒരു പുഴുക്കുത്ത്, ഒരു ചളിക്കുത്ത് ബാധിച്ചാൽ നീ ഉടൻ അത് കഴുകി ശുദ്ധീകരിക്കും. കാലം മുഴുവൻ, ദിവസം മുഴുവൻ, രാവും പകലും അഴുക്കുപേറിയ നിന്റെ വസ്ത്രം നീ ശുദ്ധീകരിച്ച് അതിനെ വൃത്തിയാക്കുന്നു, സംസ്കരിക്കുന്നു. പക്ഷേ നിന്റെ ദീനിൽ അഴുക്കു പുരളുന്നത്, നിന്റെ വാക്കും പ്രവൃത്തിയും ചിന്തയും ദീനിനെതിരാകുന്നത്, മലീമസമാകുന്നത് നീ ഇഷ്ടപ്പെടുന്നു. എന്താണ് നിന്റെ അവസ്ഥ? തർജുൻ നജാത വലം തസ്ലുക് മസാലികഹ ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസി, നീ രക്ഷ, വിജയം അത് പ്രതീക്ഷിക്കുന്നു, പക്ഷേ രക്ഷയുടെയും വിജയത്തിൻ്റെയും മാർഗങ്ങളിൽ നീ പ്രവേശിക്കുന്നില്ല. പരലോകത്ത് രക്ഷപ്പെടണോ? എല്ലാ മുസ്ലിമീങ്ങളുടെ ആവശ്യം എന്താണ്? രക്ഷപ്പെടണം, സ്വർഗം ലഭിക്കണം, നരകത്തിൽ നിന്ന് കഴിച്ചിലാകണം. എല്ലാവരും ആഗ്രഹിക്കുന്നു, നീ ആഗ്രഹിക്കുന്നു, പക്ഷേ അതിനുള്ള രക്ഷാമാർഗങ്ങളിൽ നീ പ്രവേശിക്കുന്നില്ല. ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസി, നിശ്ചയം കപ്പൽ വരണ്ടുണങ്ങിയ വെള്ളം വറ്റിയ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയില്ല. കപ്പൽ അതിന് സഞ്ചാരയോഗ്യമായ വെള്ളമുള്ള, ജലസമാഹാരമുള്ള, തിരമാലകളുള്ള സാഗരമാകുന്ന കടലിലേ സഞ്ചരിക്കൂ. ആ കടലിൽ നീ ഇറങ്ങാൻ, ആ കപ്പൽ സുഗമമായി രക്ഷാതീരത്തേക്ക് അടുക്കാൻ നീ അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. നീ സ്വീകരിക്കുന്നില്ല. മോഹവും പൂതിയും മാത്രം നിന്റെ മനസ്സിൽ ബാക്കിയാക്കി നീ ജീവിച്ചെന്ത് നേടാനാണ് സഹോദര? നിന്റെ ദീൻ കളങ്കപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുന്നു, നിന്റെ വസ്ത്രത്തിൽ ഒരു അഴുക്ക് പേറുന്നത് നീ സഹിക്കുകയില്ല. നമ്മുടെ വസ്ത്രം ശുദ്ധീകരിക്കുന്നതിനേക്കാൾ, നമ്മുടെ പുറമും ചേലും കോലവും മിനുക്കുന്നതിനേക്കാൾ നമ്മൾ മിനുക്കേണ്ടത് നമ്മുടെ ഉള്ളകങ്ങളാണ്. നമ്മുടെ കൽബിൽ സ്ഥാനം പിടിക്കുന്ന ഈമാനാണ്, തഖ്വയാണ്, ഇസ്ലാമാണ്, തൗഹീദാണ്. അകം മിനുക്കാതെ പുറം മിനുക്കുന്ന മനുഷ്യനുണ്ടോ വിജയം എന്ന് ചിലർ പാടിയതുപോലെ. അതുകൊണ്ട് സഹോദരങ്ങളെ, രക്ഷയുടെ മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലൂടെയും നമുക്ക് വ്യക്തമായത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ, വഹദൈനാഹു നജ്ദൈൻ, വ്യക്തമായ രണ്ട് മാർഗങ്ങൾ നിങ്ങൾക്ക് നാം വിശദീകരിച്ചു. ഹക്ക് ഏതാണ്, ബാത്തിൽ ഏതാണ്, ശരി ഏതാണ്, തെറ്റേതാണ്, ഖൈർ എന്താണ്, ശർ എന്താണ്, ഹിദായത്ത് എന്താണ്, ദലാലത്ത് എന്താണ്, വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിലൂടെ, ഈ ദീനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് വഹയിലൂടെ. അത് പഠിച്ച് കണ്ടെത്തുന്നതാണ് നമുക്ക് വിജയം. നമുക്കൊന്നുകിൽ നല്ല വഴി സ്വീകരിച്ച് നന്ദിയുള്ളവനാകാം, വഴികേടിൻ്റെ വഴി തിരഞ്ഞെടുത്ത് നന്ദി കെട്ടവനാകാം. ഏതാണ് വേണ്ടതെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക. വഹസ്റതാഹു തഖല്ലൽ ഉംറു വൻസറമത് സആതുഹു ബൈന ദുല്ലിൽ അജ്ദി വൽ കസലി വൽഖൗമു ഖദ് അഖദു ദർബൻ നജാതി വഖദ് സാറു ഇലൽ മത്ലബിൽ അഅലാ അലാ മഹലിൻ. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ, നിന്റെ ആയുസ് ഇങ്ങനെ ദിനരാത്രങ്ങളായി നിന്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു, നിന്റെ ആയുസ് ഒടുങ്ങുന്നു, നിന്റെ സമയവും സാഹചര്യവുമെല്ലാം മടിയിലും മലസതയിലും ദീനിൽ നിന്നുള്ള പിൻവാങ്ങലിലുമായി അധമത്വത്തിൽ തള്ളി നീങ്ങുന്നു. വൽഖൗമു ഖദ് അഖദു ദർബൻ നജാ, എന്നാൽ ലക്ഷാതീരത്തെത്തിയ വിജയം വെട്ടിപ്പിടിച്ച ഒരു സമൂഹം നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ഏറ്റവും ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, വിജയത്തിനും രക്ഷയ്ക്കും വേണ്ടി പണിയെടുത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. സാവകാശം അവർ സ്വർഗത്തിൻ്റെ തീരത്തേക്ക്, രക്ഷാതീരത്തേക്ക് അവർ നടന്നെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളെവിടെയാണ്? നമ്മളിപ്പോഴും മടിയിലും മലസതയിലും. ഇനി സമയമുണ്ടല്ലോ, ഇനിയും ആയുസ്സുണ്ടല്ലോ, ചെറിയ പ്രായമല്ലേ, കുറച്ചു കാലം കൂടി കഴിയട്ടെ, പിന്നെ നന്നാവാം, നാളെ തൗബ ചെയ്യാം. ഈ അലസതയിൽ നമ്മൾ നമ്മുടെ ജീവിതവും സമയവും ആയുസ്സും തള്ളി നീക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ നടന്നെടുത്ത ആ വിജയതീരത്തേക്ക്, ആ വിജയമാർഗങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കണമെന്നതാണ്. അതിന് സഹായിക്കുന്ന 10 കാര്യങ്ങളാണ് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ ഈ റിസാലയിൽ നമ്മെ കേൾപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അൽ മൂജിബുൽ അവ്വൽ തൗഹീദുല്ലാഹി അസ്സ വജല്ല വ ഇഖ്ലാസുദ്ദീനി ലഹു. അള്ളാഹുലുള്ള തൗഹീദാണ്. ഇഖ്ലാസോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ദീൻ കാഴ്ചവെക്കലാണ്. നോക്കൂ, നിങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ ആശങ്കയിലാഴ്ത്തിയ രക്ഷയുടെ മാർഗത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
താൻ ചോദിച്ചു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായി നൽകിയ ആ വാചകം എന്താണ്? മൻ ഖബില മിന്നി അൽ കലിമത്തല്ലതി അറദ്തു അല അമ്മി, എൻ്റെ പിതൃവ്യനായ അബൂ താലിബിന് മുമ്പിൽ ഞാൻ സമർപ്പിച്ച വാക്ക്. ഫറദ്ദഹ അലയ്യ, അദ്ദേഹം തിരസ്കരിച്ച വാക്ക്. ആരാണോ ആ വാക്ക് സ്വീകരിക്കുന്നത്, ഫഹിയ ലഹു നജാ, അവനത് രക്ഷയാണ്. ഏതാണ് ആ വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ്, കലിമത്തു തൗഹീദ്. തൗഹീദിലാണ് സർവ്വ സുരക്ഷയും സർവ്വ സമാധാനവും വിജയവുമുള്ളത്. തൗഹീദ് ഇല്ലാത്തവന് രക്ഷയില്ല, തൗഹീദ് ഇല്ലാത്തവന് സമാധാനമില്ല, തൗഹീദ് ഇല്ലാത്തവന് വിജയമില്ല. തൗഹീദിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. തൗഹീദിന്റെ സംസ്ഥാപനത്തിനാണ് സകല സമൂഹങ്ങളിലേക്കും അല്ലാഹു അമ്പിയാക്കളെ നിയോഗിച്ചത്, സകല കിതാബുകളും അവതരിപ്പിച്ചത്. തൗഹീദാണ് നമ്മുടെ ജീവിത ലക്ഷ്യം, നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ രഹസ്യം. സഹോദരങ്ങളെ, തൗഹീദ് ഇഹത്തിലും പരത്തിലും നമുക്ക് സുരക്ഷയൊരുക്കുന്ന കാര്യമാണ്. ആഖിറത്തിൽ നരകത്തിൽ നിന്ന് തൗഹീദുള്ളവർക്ക് രക്ഷ ലഭിക്കും. ഒന്നുകിൽ നജാത്തും മിൻ ദുഖൂലിൻ നാർ, നരകത്തിൽ ഒരു കാലത്തും പ്രവേശിക്കാതെ, നരകത്തിൻ്റെ ലാഞ്ചന പോലും ഏൽക്കാതെ, വിചാരണ പോലുമില്ലാതെ സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കുന്ന രക്ഷ തൗഹീദുള്ളവർക്കേ സാധിക്കൂ. അതെങ്ങനെയാണ് സാധിക്കുക? തൗഹീദിൻ്റെ പൂർണ്ണതയിൽ, പൂർണ്ണമായും തൗഹീദിൻ്റെ വാജിബും മുസ്തഹബുമായ തഹ്ഖീഖ്, സാക്ഷാത്കാരം നേടിയവർക്ക്. വലിയ ശിർക്കിൽ നിന്നും ചെറിയ ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും വൻപാപങ്ങളിൽ നിന്നും ചെറുപാപങ്ങളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളുള്ള ശുബഹാത്തുകളിൽ നിന്ന് വരെ വിട്ടുനിൽക്കുന്ന സമയം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് തൗഹീദ് ആഖിറത്തിൽ അതിൻ്റെ പൂർണ്ണതയും സാക്ഷാത്കാരവും നിർവഹിച്ചവർ, തൗഹീദിൻ്റെ സമ്പൂർണതയിൽ ജീവിച്ചു മരിച്ചവർ, അവർക്ക് വിചാരണ പോലുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. നരകത്തിൻ്റെ യാതൊരു പ്രയാസമോ അതുപോലെ തന്നെ ലാഞ്ചനയോ നേരിടാതെ അവർ നേർക്കുനേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അതാണ് ഏറ്റവും വലിയ രക്ഷ. അതല്ലെങ്കിൽ തൗഹീദുള്ളവരായി തിന്മകൾ സംഭവിക്കുകയോ വൻപാപങ്ങളിൽ പെട്ട് തൗബ ചെയ്യാതെ മരണപ്പെടുകയോ ചെയ്താൽ ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ ശിക്ഷയുടെ കാലയളവിന് ശേഷം അവർ സ്വർഗത്തിലേക്ക് തന്നെ നയിക്കപ്പെടും. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടും. അവരുടെ സങ്കേതം സ്വർഗമായി തീരും. കാലാകാലം നരകത്തിൽ കഴിയാതെ സ്വർഗത്തിലേക്ക് അവർക്ക് രക്ഷയൊരുക്കും.
അപ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നരകത്തിലേക്ക് തീരെ പ്രവേശിക്കാതെ നേർക്കുനേരെ സ്വർഗത്തിലേക്ക് നമുക്ക് രക്ഷയൊരുക്കുന്ന കാര്യമാണ്. അതല്ലെങ്കിൽ തൗഹീദിന്റെ പൂർണ്ണതയിൽ നമുക്ക് കോട്ടം സംഭവിച്ചാൽ, വൻപാപങ്ങളോ മറ്റു തിന്മകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷയുടെ കാലാവധിക്ക് ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന പ്രതീക്ഷയ്ക്ക് അവന് വകയുണ്ട്. നരകത്തിൽ ശിക്ഷിക്കപ്പെട്ടാലും കാലാകാലം അവൻ നരകത്തിൽ കഴിയേണ്ടി വരികയില്ല. ആ ഭീതിയിൽ നിന്ന്, ആ ദുരന്തത്തിൽ നിന്ന് അവൻ സ്വർഗത്തിലേക്ക് പിന്നീടുള്ള കാലം സ്വർഗത്തിൽ ശിഷ്ടകാലം കഴിയാൻ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമെന്നാണ്. തൗഹീദ് സംഭവിച്ച പാപികൾക്ക് വരെ ഒരുങ്ങുന്ന സുരക്ഷയും രക്ഷയുമാണിത്. എന്നാൽ സഹോദരങ്ങളെ, തൗഹീദില്ലാത്തവരുടെ അവസ്ഥ എന്താണ്? അള്ളാഹു പറഞ്ഞില്ല, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന. അതാണ് ഏറ്റവും വലിയ ദുരന്തം. ആരാണ് അള്ളാഹുൽ ശിർക്ക് വെച്ചുകൊണ്ട് മരിച്ചത്? ശിർക്കിലായ ആരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടിയത്? അവന് സ്വർഗം ഹറാമാണ്, സ്വർഗം നിഷിദ്ധമാണ്. വമഅവാഹുൻ നാർ, അവൻ കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരും. ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ്? ഇതിനേക്കാൾ വലിയ അരക്ഷിതാവസ്ഥ എന്താണ്? ഇതിനേക്കാൾ വലിയ ഭയാനകത എന്താണ്? തൗഹീദുള്ളവർക്കേ ഈ രക്ഷ ലഭിക്കുകയുള്ളൂ. തൗഹീദുള്ളവർക്കേ ഈ സമാധാനം ലഭിക്കുകയുള്ളൂ. അല്ലാഹു സൂറത്തു ഫാത്തിറിൽ പറഞ്ഞു, വല്ലദീന കഫറു ലഹും നാറു ജഹന്നം. കുഫാറുകൾ, ശിർക്കിലും കുഫ്റിലുമായി മരണപ്പെട്ടവർ, ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു, അവർ കത്തിജ്വലിക്കുന്ന നരകത്തിൽ പ്രവേശിക്കുന്നവരാണ്. അവർക്കവിടെ മരണം അല്ലാഹു വിധിക്കുകയില്ല. മരിക്കാതെ കാലാകാലം അവർ നരകത്തിൽ ശാശ്വതരായി കഴിയേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ ദുരന്തം, അതാണ് ഏറ്റവും വലിയ രക്ഷയില്ലായ്മ. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, മരിക്കാതെ കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരും. എന്നാൽ ശിക്ഷയിൽ നിന്ന് വല്ല ലഘൂകരണം ഉണ്ടാകുമോ? ശിക്ഷയിൽ വല്ല കുറവുമുണ്ടാകുമോ? ഇല്ല. മരിക്കാതെ അവർ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലാകും. ശിക്ഷയുടെ കാഠിന്യം അതനുഭവിച്ചുകൊണ്ട് കാലാകാലം മരിക്കാതെ അവർ നരകത്തിൽ കഴിയേണ്ടി വരും. കദാലിക നജ്സി കുല്ല കഫൂർ, അള്ളാഹു പറയുന്നു, ഇപ്രകാരമാണ് നിഷേധികളായ, ധിക്കാരികളായ അള്ളാഹുവിനെയും റസൂലിനെയും അവിടുത്തെ ദീനിനെയും ധിക്കരിച്ചവർ, അവർക്കിങ്ങനെയാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത്. കാലാകാലം ശിക്ഷിക്കപ്പെട്ട് ഒരിളവുമില്ലാതെ നരകത്തിൽ മരിക്കാതെ കഴിയേണ്ടി വരും. വഹും യസ്തരിഖൂന ഫീഹാ, അവരവിടെ അലമുറയിടും, അട്ടഹസിച്ചുകൊണ്ട് പറയും, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രവർത്തിക്കാത്ത നന്മകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണേ റബ്ബേ. ഞങ്ങളെ നരകത്തിൽ നിന്ന് പുറത്താക്കണമേ, രക്ഷപ്പെടുത്തണമേ. ഞങ്ങൾ നന്മ ചെയ്തു മടങ്ങിയേക്കാം. അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. അവരോട് ചോദിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾക്ക് നാം ചിന്തിക്കാനും ഉത്ബോധനം ഉൾക്കൊള്ളാനും മാറാനും വേണ്ട ആയുസ് തന്നില്ലയോ? ദുനിയാവിൽ നിങ്ങൾക്ക് ആയുസ് വെച്ച് നീട്ടിയില്ലേ? ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാനും തിരുത്താനും മാറാനും ഉത്ബുദ്ധരാകാനും നന്നായി മരിക്കാനും നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലേ ദുനിയാവിൽ? വജാഅകുമുൻ നദീർ, നിങ്ങളിലേക്ക് താക്കീതുകാരൻ വന്നിരുന്നില്ലേ? അമ്പിയാക്കൾ എത്തിയില്ലയോ? മുർസലീങ്ങൾ എത്തിയില്ലയോ? അമ്പിയാക്കളിലേക്കും മുർസലീങ്ങളിലേക്കും ആ പാതയിലേക്കും നയിക്കുന്ന പ്രബോധകന്മാർ വന്നില്ലയോ? ഫദൂഖൂ ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, നിങ്ങളിവിടെ ശിക്ഷ അനുഭവിച്ചു കൊള്ളുക. അക്രമികളായ, ശിർക്കും കുഫ്റും പേറി അതിലായി മരിച്ച കൊടും കുറ്റവാളികൾ, അവർക്ക് യാതൊരു സഹായിയെയും അവിടെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ദുനിയാവിൽ അവർക്ക് അനുയായി വൃന്ദങ്ങളും പരിവാരങ്ങളും സഹായികളും സന്നാഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ശരി, നരകത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് സുരക്ഷയൊരുക്കാൻ, ആ മഹാദുരന്തത്തിൽ നിന്ന് നിർഭയത്വം നൽകാൻ, സമാധാനം നൽകാൻ ഒരു സഹായം ഉണ്ടാകുകയില്ല. ശിർക്ക് കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മഹാദുരന്തത്തിൽ നിന്ന്, അരക്ഷിതാവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്നത് എന്തുമാത്രമാണ്? നമ്മുടെ ആശ്വാസം എന്താണ്? തൗഹീദ്, തൗഹീദ് മാത്രമാണ്. അതുകൊണ്ട് തൗഹീദിൻ്റെ ഖനം, തൗഹീദിൻ്റെ വില, തൗഹീദിൻ്റെ മൂല്യം അത് അപാരമാണ്. അത് നമ്മൾ തിരിച്ചറിയണം, അത് പുതുക്കിക്കൊണ്ടേയിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്നും തൗഹീദിനെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്നും തൗഹീദിൻ്റെ പുതിയ പാഠങ്ങൾ നമ്മൾ അയവിറക്കിക്കൊണ്ടേയിരിക്കണം, ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. തൗഹീദ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് അലർജി ഉണ്ടാകരുത്, നമുക്ക് മടുപ്പുണ്ടാകരുത്, നമുക്ക് അലോസരമുണ്ടാകരുത്. പഠിച്ചുകൊണ്ടേയിരിക്കണം, വായിച്ചുകൊണ്ടേയിരിക്കണം.
മഹാനായ മൊറോക്കോയിൽ ജീവിച്ചിരുന്ന, അന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തറിയപ്പെട്ടിരുന്ന മഹാനായ പണ്ഡിതൻ തഖിയുദ്ദീൻ അൽ ഹിലാലി റഹിമഹുല്ലാ, മൊറോക്കോക്കാരനായിരുന്നു അദ്ദേഹം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1987 അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ വിശ്വപ്രസിദ്ധമായ, അത്ഭുതകരമായ, അപാരമായ, അനുഗ്രഹീതമായ മഹത്തായ ഗ്രന്ഥം കിതാബു തൗഹീദ്, അതിനെപ്പറ്റി പറഞ്ഞ വാചകം മഹത്താണ്. അദ്ദേഹം പറയുകയുണ്ടായി, കിതാബു തൗഹീദ് എന്നും എപ്പോഴും വായിച്ചു കൊണ്ടിരിക്കാൻ ഞാൻ സകലരോടും ഉപദേശിക്കുന്നു. കിതാബു തൗഹീദ് എന്നും നിങ്ങൾ വായിക്കണം. എപ്പോഴെല്ലാം കിതാബു തൗഹീദ് നിങ്ങൾ വായിച്ചു പൂർത്തിയാക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾ ആദ്യം മുതൽ അത് വായന ആരംഭിക്കണം. തൗഹീദ് അറിയാത്തവർക്ക് ശിർക്കിൽ നിന്ന് വിടവാങ്ങാനും തൗഹീദിലേക്ക് മടങ്ങി വരാനും അത് പ്രചോദനമാകും. തൗഹീദ് ഉള്ളവർക്ക് അവരുടെ തൗഹീദ് രൂഢമൂലമാകാൻ, അത് ബലിഷ്ഠമാകാൻ, അതിനിളക്കം തട്ടാതെ അതേറ്റവും ഉന്നതിയിൽ വളരാൻ, അവരുടെ കൽബിൽ അതിന് യാതൊരു ബലക്ഷയും സംഭവിക്കാതിരിക്കാൻ, അത് സ്റ്റേബിൾ ആവാൻ അവരതിനെ സഹായിക്കും. കിതാബ് തൗഹീദ് വായിച്ചു കൊണ്ടേയിരുന്നാൽ. ഞാനത് ചെയ്യാറുണ്ട് എന്നാണ്. മഹാനായ പണ്ഡിതൻ, ലോകത്തറിയപ്പെട്ട ആലിമാണ് അദ്ദേഹം. അദ്ദേഹം അത് ചെയ്തിരുന്നതാണ്. എപ്പോഴൊക്കെ ഞാനിത് വായിച്ചു പൂർത്തിയാക്കുന്നു അപ്പോഴൊക്കെ വീണ്ടും ഞാൻ പുതുതായി വായിക്കുന്ന പോലെ അതിൻ്റെ വായന തുടങ്ങും. നോക്കൂ നിങ്ങൾ, തൗഹീദിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഉലമാക്കളുടെ ഉപദേശമാണിത്. നമുക്ക് പലപ്പോഴും മടുപ്പാണ്. ഇതിപ്പോൾ എത്ര കേട്ടതാണ്, എത്ര പഠിച്ചതാണ് എന്നു തന്നെയാണല്ലോ എന്ന ചിന്തയാണെങ്കിൽ, തൗഹീദിനോടുള്ള നീരസം, അത് കേൾക്കുമ്പോൾ അതിൻ്റെ ശബ്ദം അത് അയവിറക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ തൗഹീദിൽ നമ്മൾ അത്ര അകലയിലാണ്. തൗഹീദ് കേൾക്കും തോറും അതിനോട് ഇഷ്ടം കൂടുന്നുവെങ്കിൽ അവനാണ് യഥാർത്ഥ തൗഹീദിൻ്റെ വക്താവ്, അവനാണ് യഥാർത്ഥ തൗഹീദിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുന്നവൻ. അള്ളാഹു അത്തരക്കാരെ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാനുള്ള അടിത്തറ, രക്ഷാമാർഗത്തിലെ ഒന്നാമത്തത്, പരമവും പ്രധാനവുമായത് തൗഹീദാണ്. ഇസ്ലാമിൻ്റെ അടിത്തറയാകുന്ന തൗഹീദ്. സൂറത്തുൽ അൻആമിലെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്ന ആയത്തിറങ്ങിയപ്പോൾ, ആരാണോ ഈമാൻ കൈക്കൊള്ളുകയും തൗഹീദ് ഊട്ടിയുറപ്പിക്കുകയും ആ ഈമാനിലേക്ക് ളുൽമിനെ, അക്രമത്തെ കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തത്, അവർക്കാണ് നിർഭയത്വവും അവർക്കാണ് ഹിദായത്തുമുള്ളത് എന്ന ആയത്തിറങ്ങിയപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, സ്വഹാബികളിൽ പലർക്കും ആശങ്കയുണ്ടായി. നബിയോട് അവർ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, അയ്യുനാ ലാ യളിമു നഫ്സഹു, ഞങ്ങളിൽ ആരാണ് സ്വന്തത്തോട് അക്രമം, ളുൽമ് പ്രവർത്തിക്കാത്തത്? ഈമാനിനോട് ളുൽമിനെ കൂട്ടിക്കലർത്താത്തവർ, അവർക്കാണ് നിർഭയത്വവും ഹിദായത്തും എന്നാണ് പറഞ്ഞത്. ഞങ്ങളിൽ ആരാണ് സ്വന്തത്തോട് ളുൽമ് ചെയ്യാത്തത്, തിന്മകൾ സംഭവിക്കാത്തവർ ആരാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ഹുവ കമാ തദുന്നൂൻ ഇന്നമാ ഹുവ കമാ ഖാല ലുഖ്മാൻ ലിബ്നിഹി, നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ദുൽമല്ല അത്, മറിച്ച് ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് പറഞ്ഞ ദുൽമാണത്. ഏതാണ് ആ ദുൽമ? സൂറത്തുൽ ലുഖ്മാനിൽ നമുക്ക് കാണാം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം, പൊന്നുമോനെ നീ അള്ളാഹുവിനോട് ശിർക്ക് വെക്കരുത്, തൗഹീദ് നീ കൈവെടിയരുത്. ശിർക്കാകുന്നു ഏറ്റവും കൊടിയ ളുൽം, ഏറ്റവും വലിയ തിന്മ, ഏറ്റവും മഹാ അക്രമം ശിർക്കാകുന്നു എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനെ ഉപദേശിച്ച ദുൽമ്. അതാണ് ഈ പറഞ്ഞ ദുൽമ്. അപ്പം ഈമാനുമായി തൗഹീദുമായി ശിർക്കെന്ന മഹാദുരന്തം, ശിർക്കെന്ന ഏറ്റവും വലിയ കൊടിയ പാതകം, തിന്മ, ദുൽമ്, അക്രമം, അനീതി, അന്യായം, അത് പ്രവർത്തിക്കാത്തവരാരാണോ അവർക്കാണ് നിർഭയത്വവും ഹിദായത്വമുള്ളത്. പണ്ഡിതന്മാർ ഈ ഭാഗത്തെ വിശദീകരിക്കുക പറഞ്ഞു, അവർക്ക് ലഭിക്കുന്ന നിർഭയത്വം എന്താണ്? തൗഹീദുള്ളവർക്ക്, ശിർക്ക് ജീവിതത്തിൽ സംഭവിക്കാത്തവർക്ക് ലഭിക്കുന്ന നിർഭയത്വം എന്താണ്? ദുനിയാവിൽ അവർക്ക് നിർഭയത്വം ലഭിക്കും, അതിനും അപ്പുറത്ത് ആഖിറത്തിൽ ലഭിക്കുന്ന നിർഭയത്വമുണ്ട്. ഏതാണ് ആഖിറത്തിലെ നിർഭയത്വം? നേരത്തെ പറഞ്ഞ നരകശിക്ഷയിൽ നിന്നുള്ള സുരക്ഷ, നരകത്തിൽ നിന്നുള്ള രക്ഷ. ഒരിക്കലും അവർ നരകത്തിൽ ശാശ്വതരാകുന്ന അവസ്ഥയുണ്ടാകും. ഒന്നുകിൽ നേർക്ക് നേരെ വിചാരണയില്ലാതെ തൗഹീദിൻ്റെ പൂർണ്ണതയിൽ അവർ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും, അല്ലെങ്കിൽ ചെയ്ത തിന്മകൾക്ക് ശിക്ഷ നൽകപ്പെട്ടതിന് ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന പ്രതീക്ഷയ്ക്ക് അവർക്ക് വകയുണ്ട്. കാലാകാലം അവർ നരകത്തിൽ കഴിയേണ്ടി വരില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, അന്നജാതു ഹുനാ അൽ അംനു മിനൽ അദാബ്, അൽ അംനു മിൻ തഅബീദിൽ അദാബ്.
കാലാകാലം നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന നിർഭയത്വം, യഥാർത്ഥ രക്ഷ, അതാണ് അവർക്ക് ലഭിക്കുന്ന അമ്ന എന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. സഹോദരങ്ങളെ, തൗഹീദ് കൊണ്ടല്ലാതെ നമുക്കിത് നേടാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൻ്റെ പൂർണ്ണതയിൽ തൗഹീദ് തഹ്ഖീഖ് ചെയ്ത് അതിലായി ജീവിച്ചു മരിച്ച് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുവഹിദുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതാണ് ഒന്നാമത്തെ കാര്യം. അൽ മൂജിബു സാനി. രണ്ടാമത്തെ കാര്യം ഇത്ബാഉ സുന്നത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സമ്പൂർണ്ണമായി പിൻപറ്റുക എന്നതാണ്. ആദ്യം പറഞ്ഞത് ഷഹാദത്ത് കലിമയുടെ ഒന്നാമത്തെ ഭാഗമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ സാക്ഷാത്കാരമാണ് തൗഹീദ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ പാതി അൽ ഇത്തിബാ. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത് ഇത്തിബാഉ നബിയിലൂടെയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടാണ്. ഈ തൗഹീദും ഇത്തിബാഉം ഇല്ലെങ്കിൽ നമ്മുടെ ദീനിലെ ഒരു അമലും സ്വീകരിക്കപ്പെടുകയില്ല, സ്വാലിഹാകുകയില്ല, സൽക്കർമ്മമാകുകയില്ല. അള്ളാഹുവിനെ അമലുമായി നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ ഇൻ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടു കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപേക്ഷിച്ചാണ് ഞാൻ മടങ്ങുന്നത്. ആ രണ്ടു കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴികേടിലാകുകയില്ല, നിങ്ങൾ രക്ഷാമാർഗം കൈവടിയുകയില്ല, നിങ്ങൾ വിജയത്തിലാകും, നിങ്ങൾ സുരക്ഷയിലാകും. ഏതാണ് ആ രണ്ടു മാർഗം? ഏതാണ് ആ രണ്ടു കാര്യം? കിതാബ് അല്ലാഹ്, ഒന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിൻ്റെ ആകത്തുകയാണ് തൗഹീദ്. ഖുർആനിൽ നിറഞ്ഞ് തിളങ്ങി വിളങ്ങി നിൽക്കുന്ന തൗഹീദാണ്. ഖുർആനിൻ്റെ രഹസ്യം തൗഹീദാണ്. രണ്ടാമത്തെ കാര്യം വസുന്നത നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്രത്തോളം നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിച്ചു പ്രവർത്തിക്കുന്നുവോ അത്രത്തോളം നമുക്ക് രക്ഷയാണ്, സമാധാനമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടൊരു ഹദീസിൽ എന്തെങ്കിലും ഒരു പാഠം കേട്ടാൽ ചോദ്യം ചെയ്യാതെ, അത് നിർബന്ധമായ സുന്നത്താണോ ഐച്ഛികമാണോ, ഉപേക്ഷിച്ചാൽ ശിക്ഷ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് അതിനെ ചികഞ്ഞ് നിരീക്ഷിച്ച് സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടല്ല നമ്മൾ ഇത്തിബാ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി വന്നതാണോ, ചെയ്താൽ കൂലി മാത്രം ലഭിക്കുന്ന നിർബന്ധ സ്വരത്തിലല്ലാത്ത ഐച്ഛികമായ സുന്നത്താകട്ടെ, നിർബന്ധമായതാകട്ടെ, സമ്പൂർണ്ണമായി പിൻപറ്റുക. അവിടെയാണ് രക്ഷയുള്ളത്, അവിടെയാണ് സമാധാനമുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അപ്രകാരം നമ്മൾ നെഞ്ചേറ്റണം. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, മൻ അറാദൻ നജാത ഫഅലൈഹി ബികിതാബില്ലാഹി വസുന്നതി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണോ ഇഹത്തിലും പരത്തിലും രക്ഷയാഗ്രഹിക്കുന്നത് അവൻ അള്ളാഹുവിൻ്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കട്ടെ. ഇമാം മാലിക് തന്നെ പറഞ്ഞ മറ്റൊരു വാചകം ഇതാണ്, അസുന്നത്തു സഫീനത്തു നൂഹിൻ. സുന്നത്ത് എന്നത് മഹാപ്രളയത്തിൽ നിന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും രക്ഷിച്ച കപ്പലിന് സമാനമാണ്. മൻ റക്കിബഹ നജ. ആ സുന്നത്താകുന്ന കപ്പലിൽ ആരാണോ കയറിയത് അവൻ രക്ഷപ്പെട്ടു, അവൻ ഇഹത്തിലും പരത്തിലും രക്ഷപ്പെട്ടു, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, അവൻ നരകത്തിൽ നിന്ന് സുരക്ഷയിലാകും. വമൻ തഖല്ലഫ അൻഹ ഗറിഖ്. ഈ ദുനിയാവാകുന്ന തിന്മകളുടെയും തോന്നിവാസങ്ങളുടെയും ശിർക്കിൻ്റെയും കുഫറിൻ്റെയും ദേഹേച്ഛകളുടെയും ശഹ്വത്തിൻ്റെയും ശുബഹത്തിൻ്റെയും ആശയക്കുഴപ്പങ്ങളുടെയും ഒക്കെ ഈ മഹാസാഗരം, ഈ മഹാപ്രളയം, ഇതിൽ സുന്നത്താകുന്ന സുരക്ഷാ കപ്പലിൽ കയറാതെ പിൻവാങ്ങിയവനാരാണോ അവൻ ഈ പ്രളയത്തിൽ, ഈ തിരതല്ലി തീരാത്ത കടലിൽ അവൻ മുങ്ങിച്ചാവുക തന്നെ ചെയ്യും. തഖല്ലഫ അൻഹ വമൻ തഖല്ലഫ അൻഹ ഗറിഖ്. അതുകൊണ്ട് സുന്നത്താണ് ദുനിയാവിൽ നമുക്ക് രക്ഷാമാർഗം. സുന്നത്താകുന്ന കപ്പലിൽ കയറലാണ് ആഖിറത്തിൻ്റെ രക്ഷയുടെ തീരത്തേക്ക്, സ്വർഗത്തിൻ്റെ തീരത്തേക്ക് അണയാനുള്ള ഒരേ ഒരു രക്ഷാമാർഗം. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലയുടെ വാക്ക് എത്ര പ്രസക്തമാണ്, എത്ര മനോഹരമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം അതിനെ മനോഹരമായി വിശദീകരിച്ചു. ദുനിയാവെന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കടലിന് സമാനമാണ്. ദുനിയാവാകുന്ന കടലിൽ നമ്മൾ സഞ്ചരിച്ചെത്തേണ്ടത് നമ്മുടെ സ്വദേശമായ, നമ്മുടെ രക്ഷാതീരമായ, വിജയത്തിൻ്റെ ശാദ്വല തീരമായ സ്വർഗത്തിലേക്ക്, പരലോകത്തേക്കാണ്.
അവിടെയാണ് നമ്മൾ കാലാകാലം ജീവിക്കേണ്ടത്. നമ്മുടെ സ്വദേശം അവിടെയാണ്. അവിടെ നമുക്ക് മരണമില്ല. ആ ആഖിറത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടത് ദുനിയാവാകുന്ന കടലിലൂടെയാണ്. കടലിൽ എങ്ങനെയാണ് സഞ്ചരിക്കുക? കടലിൽ സഞ്ചരിക്കാൻ സുരക്ഷയൊരുക്കുന്ന യാത്രാമാർഗങ്ങൾ വേണം. അതാണ് കപ്പൽ. ആ കപ്പലാകുന്നു സുന്നത്ത്. ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതുപോലെ, എന്നാൽ ഈ രക്ഷാമാർഗമാകുന്ന ഒരേ ഒരു കപ്പൽ, സുന്നത്താകുന്ന കപ്പൽ, ആ കപ്പലിൽ കയറാതെ ഈ കടലിൽ ഞങ്ങളങ്ങനെ മുങ്ങിപ്പോയിക്കോളാം, കപ്പലില്ലാതെ ഞങ്ങളങ്ങ് താനെ പോയിക്കോളാം, ഇനി മുങ്ങുമെന്ന് ഭയപ്പെട്ടാൽ, ജീവന് ഭീഷണി വന്നാൽ ഞങ്ങൾ നീന്തിക്കടന്നോളാം എന്നൊരാൾ പറഞ്ഞാൽ അവനെക്കുറിച്ച് നമ്മൾ എന്തു പറയും? വറ്റാത്ത തിരമാലകൾ അലതല്ലിയടിക്കുന്ന കടലിൽ നീന്തി തുടിച്ച് ഞാൻ രക്ഷപ്പെട്ടോളാം, മറുകരയെത്തിക്കോളാം എന്ന് കടലിൽ ചാടി ഒരുത്തൻ പറഞ്ഞാൽ എന്താ അവനെക്കുറിച്ച് നമ്മൾ പറയാം? അപ്പുറത്ത് ആ കടലിൽ നിന്ന് കടലിൽ അവന് സുരക്ഷയൊരുക്കുന്ന, ആ കടലിൻ്റെ അങ്ങേ തലയിൽ മറുകരയെത്തിക്കുന്ന സുരക്ഷാ മാർഗങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, കപ്പലുണ്ട്. അവനെ വഹിക്കാൻ അത് സുസജ്ജമായിട്ടുണ്ട്, അവൻ്റെ കൺമുമ്പിലുണ്ട്, അവൻ്റെ വിരൽത്തുമ്പിലുണ്ട്. അവനതിൽ കയറുന്നില്ല, അവനതിൽ വിടവാങ്ങുന്നു. ഇങ്ങനെ ദുനിയാവിൽ വറ്റാത്ത കടലിൽ ആത്മഹത്യാപരമായി മുങ്ങിച്ചാവുന്ന, കര കാണാത്ത കടലിൽ നീന്തി സ്വയം ജീവന് തന്നെ ഭീഷണിയൊരുക്കുന്ന അവസ്ഥയിലാണ് ദുനിയാവിൽ അധിക ആളുകൾ. നമ്മൾ ആ കൂട്ടത്തിലുണ്ടോ ഇല്ലേ? രക്ഷയുടെ കപ്പലായ സുന്നത്താകുന്ന മഹാസുരക്ഷാ മാർഗത്തിൽ കയറിയവരാണോ നമ്മൾ, അല്ലേ എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്താകുന്ന കപ്പലിൽ കയറാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്. ഖിയാമത്ത് നാളിൽ സുരക്ഷിതമായി അള്ളാഹുവിനെ ആരാണ് കണ്ടുമുട്ടുക? പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുന്നവരാണ്, സ്വർഗം വെട്ടിപ്പിടിച്ചവരാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള രക്ഷാമാർഗം എന്താണ്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിൻ്റെ റസൂലിനെ സമ്പൂർണ്ണമായി അവൻ്റെ റോൾ മോഡലായി, മാതൃകാ പുരുഷനായി സ്വീകരിക്കണം. വേറൊരു മാർഗമില്ല. വൽ യൗമൽ ആഖിർ, ഖിയാമത്ത് നാളെ പ്രതീക്ഷിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അവർക്കുള്ള രക്ഷാമാർഗം അള്ളാഹിൻ്റെ റസൂലിൽ മാതൃക കണ്ടെത്തുക എന്നുള്ളതാണ്. വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് ഉത്തമമായ മാതൃക. സൂറത്ത് നൂറിൽ അള്ളാഹു പറഞ്ഞു, ഈ മാർഗം കൈവെടിയുന്നവർ, സുന്നത്തിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിമതിക്കുന്നവർ, തൻ്റെ പിറകോട്ടേക്ക് അവഗണിച്ച് തള്ളുന്നവർ, അള്ളാഹു പറഞ്ഞു ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക്, അവിടുത്തെ സുന്നത്തിന് എതിരിടുന്നവർ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ, അവർ ഭയന്നുകൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടുന്നത്, ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് മേൽ ഇറങ്ങുന്നത് അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം, അതിനപ്പുറത്ത് പരലോകത്ത് കത്തിജ്വലിക്കുന്ന നരകത്തിലെ വേദനയേറിയ ശിക്ഷയും അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ എതിരിടുന്നവർ, അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവർ, അതിനെ അവഗണിക്കുന്നവർ ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വരുന്നതാണ്. അപ്പോൾ ദുനിയാവിലെയും ആഖിറത്തിലെയും രക്ഷാമാർഗം, വിജയം, സമാധാനം, പ്രതാപം, അന്തസ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കുന്നതിലൂടെയാണ്. സുന്നത്തിനെ കൈവെടിഞ്ഞ് ദീനിനെ കാറ്റിൽ പറത്തി അന്യമതസ്ഥരുടെയും സമുദായങ്ങളുടെയും ജൂതന്റെയും പാശ്ചാത്യന്റെയും വേഷവും കോലവും ഹെയർ സ്റ്റൈലും അവൻ്റെ സംസ്കാരവും പെരുമാറ്റവും നടത്തവും ചേലും കോലവും നീ നിന്റെ ജീവിതത്തിൽ നിന്റെ പഠനവുമായി ബന്ധപ്പെട്ട്, നിന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, നിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട്, നിന്റെ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട്, നിന്റെ സാമൂഹിക ജീവിതവും രാഷ്ട്രീയ ജീവിതവും നീ കാരണം പറഞ്ഞ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സ്വഭാവ പെരുമാറ്റ സംസ്കാര വിശ്വാസ ആദർശങ്ങളെ നീ കാറ്റിൽ പരത്തി അനിസ്ലാമികതകളിലേക്ക് കൂടുമാറിയാൽ, സഹോദര, നീ വിചാരിക്കുന്നുണ്ടോ അതാണ് അന്തസ്സെന്ന്, അതാണ് അഭിമാനമെന്ന്, അതാണ് പുരോഗമനമെന്ന്, അതാണ് സ്വാതന്ത്ര്യമെന്ന്? ഒരിക്കലുമല്ല. അതാണ് അധമത്വം, അതാണ് അടിമത്തം, അതാണ് നിന്ദ്യത, അതാണ് പതിത്വം, അതാണ് പരാജയം, അതാണ് സുരക്ഷയ്ക്കെതിര്, അതാണ് യാഥാസികം, അതാണ് പ്രാകൃതം,
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ചോദ്യം ചെയ്യാതെ സമ്പൂർണമായി നീ പകർത്തി വെച്ചാൽ അതാണ് നിനക്ക് വിജയവും അന്തസ്സും അഭിമാനവും പ്രതാപവും. കുറിച്ചു വെക്കുക നിങ്ങൾ. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എന്തൊരു തിന്മ, ഏതൊരു ഷർ, ഏതൊരു മുസീബത്ത്, ഏതൊരു ദുരന്തം, ഏതൊരു വഴികേട്, ഏതൊരു അരുതായ്മ, നമ്മൾ നമുക്ക് ആഗ്രഹിക്കാത്ത എന്തു കാര്യവുമാകട്ടെ, വെറുക്കപ്പെട്ട എന്തു കാര്യവുമാകട്ടെ, അതിൽ നിന്ന് നമ്മളെ അകറ്റുന്ന രക്ഷാമാർഗം, സുരക്ഷാ സന്നാഹം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സഹായം അവൻ വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കും, അത്ഭുതകരമായി ഇറക്കും. ചരിത്രം അതിന് സാക്ഷിയാണ്. ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം ദുരന്തവും പീഡനവും പ്രീണനങ്ങളും അനുഭവിക്കുന്നുണ്ടോ അവർക്കെല്ലാം ആ മുസീബത്തുകളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒറ്റമൂലി ഇതാണ്: അള്ളാഹുവിൻ്റെ ദീനിലേക്ക് തിരിഞ്ഞു നടക്കുക. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഖുർആനിലേക്കും സുന്നത്തിലേക്കും ഇസ്ലാമിലേക്കും സമ്പൂർണ്ണമായി പ്രവേശിക്കുക. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും യുസബ്ബിത് അഖ്ദാമക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങി അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് അള്ളാഹുവിനെ സഹായിച്ചാൽ അതാണ് അള്ളാഹുവിനുള്ള സഹായം എന്നാണ്. അള്ളാഹിൻ്റെ ദീൻ അനുസരിച്ച് നമ്മൾ ജീവിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ കാൽപാദങ്ങൾ അടിയുറപ്പിച്ച് നിർത്തുമെന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഒഴിച്ചു നിർത്തി നമുക്കൊരു രക്ഷയും ലഭിക്കുകയില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ദിക്റ് ചൊല്ലാൻ, സ്വലാത്തു ചൊല്ലാൻ, നോമ്പെടുക്കാൻ, നിസ്കരിക്കാൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ ബദ്ധശ്രദ്ധാലുക്കളാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു നന്മയായി ദീനുൽ ഇസ്ലാമിൽ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം, എത്ര അളവിൽ ചെയ്യണം, ഏത് രൂപത്തിൽ ചെയ്യണം, എന്താണ് നന്മ, എന്താണ് സ്വാലിഹായ അമൽ, എന്താണ് ദിക്ർ, എന്താണ് സ്വലാത്ത്, എന്താണ് നിസ്കാരം എന്ന് പഠിപ്പിച്ചു തരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായത്. നബിയുടെ ദൗത്യം അതാണ്. നമുക്ക് തോന്നിയതുപോലെ ദിക്ർ ചൊല്ലാൻ, നമുക്ക് തോന്നിയതുപോലെ സ്വലാത്ത് ഉണ്ടാക്കാൻ, നമുക്ക് തോന്നിയതുപോലെ നിസ്കരിക്കാൻ, നമുക്ക് തോന്നിയൊരു നോമ്പ് പുതുതായി പടച്ചുണ്ടാക്കാൻ ദീനിൽ അനുവാദമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതേ ഞാൻ ചെയ്യൂ നന്മയായി. ഒരു ദിക്റാണെങ്കിൽ പോലും, ഒരു സ്വലാത്താണെങ്കിൽ പോലും, ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലാണെങ്കിൽ പോലും അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ അനുവദിച്ചതേ ഞാൻ ചെയ്യൂ എന്ന ധാർഷ്ട്യം നമുക്ക്, സുന്നത്തിനോടുള്ള കൂറ് നമുക്ക് വേണം. ഇല്ലെങ്കിൽ എന്താകും? നന്മയായി അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് ചെയ്ത് നമ്മൾ പരലോകത്തെത്തിയാൽ അത് നമുക്ക് അവിടെ രക്ഷയൊരുക്കുകയില്ല, അത് ശിക്ഷയായി മാറും. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഈ വാചകം കൂടി പൂർത്തിയിട്ട് നമുക്ക് നിർത്താം. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരാണോ നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ദീനിൽ നന്മയായി പ്രവർത്തിക്കുന്നത് അത് തള്ളപ്പെടുന്നതാണ്. അത് സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടും. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവദിക്കപ്പെട്ട ഹൗദുൽ കൗസറിൽ നിന്ന് ജലപാനം ചെയ്യാൻ തൗഫീഖ് ലഭിക്കാതെ നിർഭാഗ്യരായി, നിന്ദ്യതയിലായി നരകത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളപ്പെടുന്നവരിൽ ഉൾപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടയരുത് എന്ന് ആവശ്യപ്പെടും. അവരെൻ്റെ ഉമ്മത്തിലുള്ളവരാണല്ലോ. നബിയോട് പറയും, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾക്ക് ശേഷം ദീനിൽ അവർ പടച്ചുണ്ടാക്കിയത് എന്താണെന്ന് താങ്കൾക്കറിയില്ല. അപ്പോൾ നബി പറയുമെന്നാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമെന്നാണ്, സുഹ്ഖൻ ലിമൻ ഗയ്യറ ബഅദി. എനിക്ക് ശേഷം ഞാൻ കാണിച്ചു തന്ന ദീനിനെ മാറ്റിമറിച്ചവർ അവർ അകലെ പോകുക, അവർ വിദൂരത്താകുക. ഇവർക്ക് പിന്നെ എന്ത് രക്ഷയാണ് ലഭിക്കുക? അള്ളാഹിന്റെ റസൂൽ അകലെ പോവോ വിദൂരെ പോ എന്ന് പറയുന്ന ഇക്കൂട്ടർക്ക് പരലോകത്ത് പിന്നെ ആര് രക്ഷയൊരുക്കാനാണ്? ആര് തണൽ വിരിക്കാനാണ്? എങ്ങനെ അവർ സുരക്ഷയിലാകാനാണ്? അതുകൊണ്ട് സുന്നത്ത് ഉള്ളതുപോലെ പ്രവർത്തിക്കുക, ബിദ്അത്തുകൾ കൈവെടിയുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ രക്ഷയും പരലോക വിജയം നമുക്ക് സാധ്യമാകുന്ന മാർഗമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു നിർത്തിയത് ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് രക്ഷ നേടാനുള്ള, വിജയം കൈവരിക്കാനുള്ള മാർഗങ്ങളുടെ അടിത്തറ അൽ ഇഖ്ലാസ് വൽ ഇത്തിബാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഇരു ഷഹാദത്ത് കലിമകളുടെ തഹ്ഖീഖ്,
സാക്ഷാത്കാരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഷഹാദത്ത് കലിമയുടെ താല്പര്യം, അതിൻ്റെ തഹ്ഖീഖ് ചർച്ച ചെയ്യവേ പണ്ഡിതന്മാർ പറഞ്ഞ സൂക്ഷ്മമായൊരു ഫായിദയുണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് തൗഹീദ്. ലാ ഇലാഹ ഇല്ലയുടെ താല്പര്യം എന്താണ്? തൗഹീദാണ്. തൗഹീദ് ഇല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാ നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹിലും തൗഹീദുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലയിൽ മാത്രം തൗഹീദ് ഉണ്ടായാൽ പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹിലും തൗഹീദ് വേണം. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? തനിച്ചാക്കുക, മറ്റാർക്ക് നൽകാതിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലയിലെ തൗഹീദ് എന്താണ്? ഇബാദത്ത്, അള്ളാഹുവിനല്ലാതെ മറ്റാർക്ക് നൽകാതിരിക്കുക, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് വകവെച്ച് നൽകുക. അതിനാൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ മഅനയായ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ ന്യായമായും ഇബാദത്തിന് അർഹത മറ്റാർക്കുമില്ല, അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത്. ആ മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലയിലെ തൗഹീദ്. ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം മുഹമ്മദുർ റസൂലുള്ളാ എന്നതിൻ്റെ സാക്ഷാത്കാരമായി താല്പര്യമായി പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ റസൂലുള്ളാ, ന്യായമായും പിൻപറ്റപ്പെടാൻ അർഹതയുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹിലെ തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് അള്ളാഹുവിന് മാത്രം ഇബാദത്തെങ്കിൽ, മുഹമ്മദ് റസൂലുള്ളാഹിലെ തൗഹീദ് ഇത്തിബാ ആർക്ക് മാത്രം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം. അള്ളാഹുവിൻ്റെ റസൂലിന് പുറമെ നമ്മൾ ആരെയെങ്കിലും അനുകരിക്കുന്നുവെങ്കിൽ, പിൻപറ്റുന്നുവെങ്കിൽ, അനുധാവനം ചെയ്യുന്നുവെങ്കിൽ, റോൾ മോഡലാക്കുന്നുവെങ്കിൽ അവരാദ്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കണം. ഒരാളെയും, ഒരു മനുഷ്യനെയും, ഒരു വ്യക്തിയെയും, ഒരു പടപ്പിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ അനുകരിച്ചാലോ പിൻപറ്റിയാലോ മാതൃകയാക്കിയാലോ അല്ലാതെ പിൻപറ്റാനോ അനുകരിക്കാനോ മാതൃകയാക്കാനോ നമുക്ക് അനുവാദമില്ല. ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ റസൂലുള്ളാഹ്, സമ്പൂർണമായി ചാണിനു ചാണായി മുഴത്തിനു മുഴമായി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ, ഒപ്പിയെടുക്കാൻ, മാതൃകയാക്കാൻ, പിൻപറ്റപ്പെടാൻ അർഹതയുള്ളത് ആർക്കു മാത്രം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതാണ് ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് രക്ഷയും വിജയവും നേടാനുള്ള സൂത്രവാക്യം. രക്ഷാമാർഗങ്ങളുടെ അടിത്തറ ഈ രണ്ട് കാര്യങ്ങളാണ്. തഹ്ഖീഖു ഷഹാദത്തൈൻ. മൂന്നാമത്തെ കാര്യം അൽ മൂജിബു സാലിസ്. 2:30 വരെയാണ് നമുക്ക് സംസാരിക്കാവുന്ന പരമാവധി സമയം. അതിനുള്ളിൽ നമുക്ക് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ പറയാം. ബാക്കി ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഈ റിസാലയിലേക്ക് മടങ്ങുക, നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. അതിൻ്റെ PDF അവൈലബിൾ ആണ്. ഷെയ്ഖിൻ്റെ ദർസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് 2:30-ക്കുള്ളിൽ നമുക്ക് അവസാനിപ്പിക്കുന്നിടത്ത് അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം അൽ മൂജിബു സാലിസ് ഖശ്യത്തുല്ലാഹി അസ്സ വജല്ല വ തഖ്വാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഭയവും അവനിലുള്ള തഖ്വയും. ഇതാണ് നമുക്ക് രക്ഷ നൽകുന്ന മൂന്നാമത്തെ മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിൽ പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖ്ഹി ഫഉലൈക ഹുമുൽ ഫായിസൂൻ. ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചത്, അവിടെ എന്ത് വന്നു? ഇഖ്ലാസും ഇത്തിബാഉം വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വന്നു. മൂന്നാമത്തെ കാര്യം വയഖ്ശല്ലാഹ്, അള്ളാഹുവിനെ ആരാണോ ഭയപ്പെട്ടത്, വയത്തഖ്ഹി, അവനെ ആരാണോ തഖ്വ ചെയ്തത്, ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് യഥാർത്ഥ വിജയികൾ, അവരാണ് രക്ഷ നേടുന്നവർ, അവരാണ് സ്വർഗത്തിൽ വിജയം നേടി പ്രവേശിക്കുന്നവർ. അപ്പോൾ ഇവിടെ തൗഹീദും ഇത്തിബാഉം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള പേടിയും അവനിലുള്ള തഖ്വയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ ആയത്തിൽ ഉൾക്കൊള്ളിച്ചു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അത് മുഅ്മിനിൻ്റെ നിലവാരമാണ്, അവൻ്റെ യോഗ്യതയാണ്, അവൻ്റെ ഗുണവിശേഷണമാണ്. അല്ലാഹു സൂറത്തുൽ മുഅ്മിനൂനിൽ മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. ഇന്നല്ലദീന ഹും മിൻ ഖശ്യത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. ഇന്നല്ലദീന ഹും മിൻ ഖശ്യത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. മുഅ്മിനീങ്ങൾ അവർ
അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ ഹൃദയം പേടിച്ചു വിറക്കുന്നവരായിരിക്കും. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഇദാ ദുഖിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കിടുങ്ങും, പേടിക്കും. അള്ളാഹുവിനെ കുറിച്ച് പേടിപ്പിക്കാൻ മുഅ്മിനീങ്ങൾക്കേ സാധിക്കുകയുള്ളൂ, മുഅ്മിനീങ്ങളോടെ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിക്കുന്നവർ മുഅ്മിനീങ്ങൾ മാത്രമായിരിക്കും. നരകത്തെ ഭയപ്പെടുന്നവർ മുഅ്മിനീങ്ങൾ മാത്രമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കുന്നവർ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയക്കുന്നവർ, അതുപോലെ തന്നെ അള്ളാഹു നൽകുന്ന രക്ഷയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവർ, അവരാണ് മുഅ്മിനീങ്ങൾ. മഹാനായ ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ മുഅ്മിനു ജമഅ ഇഹ്സാനം വ ശഫഖതൻ. മുഅ്മിൻ, ഒരു യഥാർത്ഥ മുഅ്മിൻ, അവൻ നന്മയും അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും അവൻ്റെ ജീവിതത്തിൽ സമാഹരിക്കും. അൽ മുനാഫിഖ് വൽ മുനാഫിഖു ജമഅ ഇസാഅതൻ വ അംന. എന്നാൽ ഒരു മുനാഫിഖ്, അവൻ തിന്മയും അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള നിർഭയത്വവും സമാഹരിക്കും. മുഅ്മിൻ, അവൻ്റെ ജീവിതത്തിൽ നന്മകളാണ്, അതോടൊപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയുണ്ടാവും, നിർഭയത്വത്തിലായിരിക്കുകയില്ല. ഞാൻ ചെയ്ത നന്മകൾ എന്നെ രക്ഷിച്ചേക്കുമെന്ന വഞ്ചനയിൽ അകപ്പെട്ട് അവൻ നിർഭയത്വത്തിൽ കഴിയുകയില്ല. നന്മകൾ ചെയ്തിട്ടും അവന് പേടിയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. മുനാഫിഖ്, അവൻ്റെ ജീവിതത്തിൽ തിന്മകളാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത്, എന്നിരുന്നാലും അവന് നിർഭയത്വമാണ്, പേടിയില്ലായ്മയാണ്. മുനാഫിഖാണ് തിന്മകൾക്കൊപ്പം നിർഭയത്വത്തിൽ കഴിയുക. മുഅ്മിൻ നന്മകൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയിൽ കഴിയുകയും ചെയ്യും. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉലമാക്കൾ മാത്രമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫാത്തിറിലൂടെ പറഞ്ഞു. അള്ളാഹുവിനെ ഭയപ്പെടാൻ, അവനിലുള്ള പേടി വർദ്ധിക്കാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമു വർദ്ധിപ്പിക്കണമെന്ന പാഠം ഇതിലുണ്ട്. അള്ളാഹുവിനെ ഏറ്റവും അധികം ഭയപ്പെടുന്നവരാരാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമുള്ള ഉലമാക്കളാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും ഭയവും നമുക്ക് വർദ്ധിക്കണമോ, അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ അസ്മാഅുകളെ കുറിച്ച്, അവൻ്റെ സിഫാത്തുകളെ കുറിച്ച്, അവൻ ഈ പ്രപഞ്ചത്തിലും അവൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകളിലും നമുക്ക് സമ്മാനിച്ച ആയാത്തുകളെക്കുറിച്ച്, ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് എത്രത്തോളം നമ്മൾ പഠിക്കുന്നുവോ, ആഴത്തിൽ അറിയുന്നുവോ, അത്രത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നമുക്കുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള പേടി. രണ്ടാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള തഖ്വ, അള്ളാഹുവിനോടുള്ള തഖ്വ. ഈ ആയത്തിൽ പറഞ്ഞ, നമ്മൾ മുൻപ് പറയാത്ത രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിക്ക് ശേഷം അള്ളാഹുവിനെ കുറിച്ചുള്ള തഖ്വ. വയത്തഖി, എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ അല്ലാഹ് അമലും ബിത്വാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് റജാഅ സവാബില്ലാഹ് വതർകു മഅസിയത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് ഖീഫത ഇഖാബില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രകാശം, വഹി, ഖുർആനും സുന്നത്തും അവലംബമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് എന്തൊക്കെയുണ്ടോ അതനുസരിച്ച് പ്രവർത്തിക്കുക. എന്തിനു വേണ്ടി? അള്ളാഹുവിനുള്ള കൂലി, സ്വർഗം പ്രതീക്ഷിച്ചു. അള്ളാഹു വിലക്കിയ ഹറാമുകൾ എന്തൊക്കെയുണ്ടോ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക. ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട എന്തെല്ലാം അരുതായ്മകളുണ്ടോ, ഹറാമുകളുണ്ടോ, തിന്മകളുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു നിർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെ പേടിച്ചു, നരകത്തെ പേടിച്ചു. ഇതാണ് തഖ്വ. ഈ തഖ്വ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള രക്ഷയും സമാധാനവും ഇഹത്തിലും പരത്തിലും വിജയവും കൈവരിക്കാനുള്ള മാർഗമാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. ദുനിയാവിൽ എളുപ്പം, ദുനിയാവിൽ ഏതു പ്രതിസന്ധികളിലും പോംവഴി, നമ്മൾ അറിയാത്ത മാർഗത്തിൽ നമ്മൾ ആശങ്കയിലാകുന്ന നമ്മുടെ ഉപജീവനത്തിൻ്റെ റിസ്കിൻ്റെ ഉപാധികൾ വരെ തഖ്വയിലൂടെ അള്ളാഹു എളുപ്പമാക്കി തരും. ദുനിയാവിൽ, ആഖിറത്തിലോ അവർക്കാണ് യഥാർത്ഥ രക്ഷയും വിജയവും ഉള്ളത്. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നുഅ്മാൻ ഇബ്നു ഖൗഖൽ എന്ന് പറയുന്ന സ്വഹാബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അവിടുത്തോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇദാ സല്ലൈതുൽ മക്തൂബത വഹറംതുൽ ഹറാം വഅഹ്ലൽതുൽ ഹലാൽ അദ്ഖുലുൽ ജന്ന. അല്ലാഹുവിൻ്റെ റസൂലേ, അള്ളാഹു നിർബന്ധമാക്കിയ 5 നേരത്തെ നിസ്കാരം ഞാൻ കൃത്യമായി നിർവഹിച്ചു. അങ്ങനെ നിർവഹിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ അള്ളാഹു ഹറാമാക്കിയതെല്ലാം ഞാൻ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തി. അള്ളാഹു നിയമമാക്കിയതെല്ലാം, അവൻ ഹലാലാക്കിയതെല്ലാം, അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങളെല്ലാം ഞാൻ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചു, പാലിച്ചു, പ്രവർത്തിച്ചു.
അദ്ഖുലുൽ ജന്ന, അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? അതായത് അള്ളാഹു നിർബന്ധമാക്കിയതെല്ലാം പ്രവർത്തിച്ചു, അള്ളാഹു ഹറാമാക്കിയതൊക്കെ ഒഴിവാക്കി. ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലും, മുസ്തഹബായ കേവല സുന്നത്തായ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്നാണ് ചോദ്യം. ഒരു തിന്മയും അയാളുടെ ജീവിതത്തിലില്ല, അള്ളാഹു നിർബന്ധമാക്കിയൊരു നന്മയും പാഴാക്കിയിട്ടില്ല. ആ നന്മയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 5 നേരത്തെ നിസ്കാരമാണ്. തൗഹീദ് ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതേ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. തഖ്വയുടെ അടിസ്ഥാനം ഇതാണ്. അള്ളാഹു ഹറാമാക്കിയത് എന്തൊക്കെയുണ്ടോ ഒഴിച്ചു നിർത്തുക, അള്ളാഹു നിർബന്ധമാക്കിയത് എന്തൊക്കെയുണ്ടോ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതിനെന്ത് വേണം? അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചുള്ള ഇൽമു വേണം. എന്ത് ഞാൻ സൂക്ഷിക്കണം, എന്തൊഴിവാക്കണം, എന്ത് നിർബന്ധമായും പ്രവർത്തിക്കണം, എന്ത് ചെയ്തുകൂടാ, എന്തു ചെയ്യണം, എങ്ങനെ അറിയും? എങ്ങനെ അറിയും? പഠിക്കാതെ എങ്ങനെ അറിയും? അതിന് ഇൽമ് അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ ദീൻ കറകളഞ്ഞ ഉറവിടത്തിൽ നിന്ന് ആധികാരികമായി പഠിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, നന്മകൾ പ്രവർത്തിക്കുക, തിന്മകൾ ഒഴിവാക്കുക. ബക്ർ ബിൻ ഖുനൈസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, കൈഫ യകൂനു മുത്തഖിയൻ മൻ ലാ യദ്രി മാ യത്തഖി. എന്താണ് സൂക്ഷിക്കേണ്ടത്, എന്താണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തേണ്ടത്, എന്താണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്നറിയാത്തവൻ എങ്ങനെയാണ് മുത്തഖിയാവുക? എന്തിനെയാണ് ഞാൻ സൂക്ഷിക്കേണ്ടത് എന്നറിയാത്തവൻ എങ്ങനെയാണ് സൂക്ഷ്മാലുവാകുക? എന്തിനെയാണ് ഞാൻ തഖ്വ ചെയ്യേണ്ടത് എന്നറിയാത്തവൻ എങ്ങനെയാണ് മുത്തഖിയാകുക? അതുകൊണ്ട് പഠിക്കണം. അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി പഠിച്ച് തഖ്വയും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അവനെക്കുറിച്ചുള്ള ഭയവും സമാഹരിക്കുന്ന യഥാർത്ഥ മുഅ്മിനായി നമ്മൾ മാറണം. ഇതാണ് 3-ാമത്തെ മാർഗം. 4-ാമത്തെ മാർഗം ഹിഫ്ളുൽ ലിസാൻ, നമ്മുടെ നാവിനെ കടിഞ്ഞാണിടുക, നാവിനെ നിയന്ത്രിക്കുക എന്നതാണ്. മഹാനായ സ്വഹാബി ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ നജാത്ത്, അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് രക്ഷാമാർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഒന്നാമതായി അംസിക് അലൈക ലിസാനക്, നീ നിന്റെ നാവിന് കടിഞ്ഞാണിടുക, നാവിനെ നിയന്ത്രിക്കുക. വൽയസഅക ബൈതുക്, രണ്ടാമതായി നിന്റെ വീട് ഫിത്നകളിൽ നിന്ന് നിനക്ക് വിശാലമുള്ളതാകുക, ഫിത്നകളിൽ നിന്ന് സുരക്ഷിതനായിരിക്കാൻ വീട് വിസ്തൃതമാകുക. വബ്കി അലാ ഖതീഅതിക്, മൂന്നാമതായി അവിടുന്ന് പഠിപ്പിച്ചു, നിന്റെ തിന്മകളെക്കുറിച്ച് ഓർത്ത് തൗബയുടെ ഇസ്തിഗ്ഫാറിൻ്റെ കരച്ചിൽ നീ നിർവഹിക്കുക, തെറ്റുകളെക്കുറിച്ച് ഓർത്ത് വിലപിക്കുക, കരയുക, തൗബ ചെയ്യുക, പാപമോചനം തേടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ ഒന്നാമതായി പറഞ്ഞ് നാവിനെ അടക്കി വെക്കാനാണ്. ഇംലിക് അലൈക ലിസാനക്. സഹോദരങ്ങളെ, നമ്മുടെ നാവ് സകല തിന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട മാധ്യമമാണ്. നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും മടുക്കാത്ത, ക്ഷീണിക്കാത്ത അവയവങ്ങളിലൊന്നാണ്, പ്രധാനപ്പെട്ട അവയവമാണ് നാവ്, എല്ലില്ലാത്ത ഈ മാംസകഷ്ണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സംസാരത്തിൻ്റെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിച്ച മഹത്തായ ഹദീസ് നമ്മളെപ്പോഴും ഓർക്കണം. സംസാരത്തിൻ്റെ സംസ്കാരം എന്താണത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരാണോ അല്ലാഹുവിലും ഖിയാമത്ത് നാളിലും വിശ്വസിക്കുന്നവൻ, ഈമാനുള്ളവൻ, പരലോകബോധമുള്ളവൻ, സ്വർഗ നരകങ്ങളെക്കുറിച്ചുള്ള ചിന്തയുള്ളവൻ, മുഅ്മിൻ, യഥാർത്ഥ മുസ്ലിം, അവൻ്റെ സംസ്കാരം എങ്ങനെയായിരിക്കണം? ഫല്യകുൻ ഖൈറൻ ഔ ലിയസ്മുത്. ഖൈറാണെങ്കിൽ അവൻ സംസാരിക്കട്ടെ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. നമ്മൾ എന്തു പറയുകയാണെങ്കിലും, എന്തുരിയാടുകയാണെങ്കിലും, എന്തു മൊഴിയുകയാണെങ്കിലും, അതിന് നമ്മളെ കമൻ്റായി, നമ്മുടെ നിലപാടായി, സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകളാണെങ്കിലും ശരി, നമ്മുടെ എഴുത്തിലൂടെയോ നമ്മുടെ തൂലികയിലൂടെയോ നമ്മുടെ ടൈപ്പിങ്ങിലൂടെയോ നമ്മുടെ ശബ്ദമായി, വാക്കായി ആളുകൾ വിലയിരുത്തുന്ന എന്തുമാകട്ടെ, അത് നമ്മിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ചിന്തിക്കണം. ഖൈറാണോ എങ്കിൽ മാത്രം പറയുക. ആർക്ക് വേണ്ടി ശബ്ദിക്കുകയാണെങ്കിലും, സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണെങ്കിലും, ന്യായം നമ്മുടെ പക്ഷത്താണെങ്കിലും തർക്കിക്കാതിരിക്കുക, അനാവശ്യമായി ഇടപെടാതിരിക്കുക, അജലത്ത് കാണിക്കാതിരിക്കുക, വ്യഗ്രതപ്പെടാതിരിക്കുക, വിവേകിയാകുക. ഒരു സലഫിയായ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് വിവേകിയാകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, എടുത്തുചാട്ടത്തിൽ നിന്ന് അവൻ്റെ നാവിനെയും നിലപാടുകളെയും കടിഞ്ഞാണിടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, പിന്നാർക്കാണ് സാധിക്കുക? ആരോടും എന്തും എവിടെയും ഏതും ഹക്കിന് വേണ്ടി ശബ്ദിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ചിന്തിക്കണം, പറയുന്നതിന് മുമ്പ് ചിന്തിക്കണം. ഞാൻ ഈ പറയുന്നത് ഖൈറാണെങ്കിൽ, ഇതുകൊണ്ട് ഖൈർ മാത്രമാണ് ഉണ്ടാകുകയെങ്കിൽ അത് മാത്രം പറയുക, അത് മാത്രം ശബ്ദിക്കുക. ഇല്ലെങ്കിൽ ഔ ലിയസ്മുത്,
ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. മൗനം അവലംബിക്കാൻ നിനക്ക് എന്ത് ചെലവാണുള്ളത്? നിന്റെ വായ പൂട്ടി വെച്ചാൽ മതി, നിന്റെ നാവിന് കടിഞ്ഞാനിട്ടാൽ മതി, മിണ്ടാതിരിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംസാരത്തിന്റെ സംസ്കാരം. മൻ സ്വമത നജാ, നജാത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനവുമായി ബന്ധപ്പെടുത്തി. ആര് മിണ്ടാതിരുന്നോ, അനാവശ്യമായ ഖൈറല്ലാത്ത ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന സംസാരങ്ങളിൽ നിന്ന് ആര് മൗനം അവലംബിച്ചോ, നജാ, മൻ സ്വമത നജാ, അവനാണ് രക്ഷയുള്ളത്, അവനാണ് രക്ഷപ്പെട്ടവൻ. നാവ് കൊണ്ട് നമ്മളിങ്ങനെ നാവ് ചലിപ്പിച്ച് ശബ്ദിക്കുന്നത് ലാഘവത്തോടെ കണ്ടാൽ, നമ്മളൊരു വിലയും കൽപ്പിക്കാത്ത, ഗൗരവം കൽപ്പിക്കാത്ത വാക്കുകൊണ്ട് കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും അകലത്തിൽ നരകത്തിൽ നമ്മൾ ആപതിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ ഗൗരവം കൽപ്പിക്കാത്ത, ചിന്തിക്കാത്ത, വീണ്ടും വിചാരമില്ലാത്ത ഒരു വാക്കുരിയാടി, യസില്ലു ബിഹാ ഫിന്നാരി അബ്അദ മിമ്മ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും അകലത്തിൽ അത് നമ്മെ കൊണ്ടുപോയി നരകത്തിൽ പതിപ്പിച്ചേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. നാവ് നേരായാൽ ഹദീസിൽ വന്നതുപോലെ നാവിനോട് മറ്റവയവങ്ങൾ പരാതി പറയുമെന്നാണ്. നീ നേരാവണം, നീ ഞങ്ങളുടെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇത്തഖില്ലാഹ ഫീന ഫഇന്നമാ നഹ്നു ബിക്, നിന്നെ കൊണ്ടാണ് ഞങ്ങളുടെ നിലനിൽപ്പ്. ഫഇൻ ഇസ്തഖംത ഇസ്തഖംന, നീ നേരെയായാൽ ഞങ്ങൾ നേരെയായി. വഇൻ ഇഅ്വജജ്ത ഇഅ്വജജ്ന, നീ വ്യതിചലിച്ചാൽ ഞങ്ങളും വ്യതിചലിച്ചു. അതുകൊണ്ട് സഹോദര, സഹോദരി, മുസ്ലിമേ, മുഅ്മിനേ, യുവാക്കളെ, ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കുക. പ്രത്യേകിച്ച് ദീനിനു വേണ്ടി സംസാരിക്കുമ്പോൾ, ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കുമ്പോൾ, സലഫിയത്തിന് വേണ്ടി, ഹക്കിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മുടെ നാവിനെ സസൂക്ഷ്മം വിലയിരുത്തുക, നിരൂപണം ചെയ്യുക. നമ്മുടെ വാക്കുകൾ പരിശോധിച്ച് ഖൈറാണെങ്കിൽ മാത്രം സംസാരിക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. മൻ സ്വമത നജാ, ഈ വാചകം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കുറിച്ചു വെക്കൂ. മൻ സ്വമത നജാ, മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത് ധാരാളം വിശദീകരിക്കാനുണ്ട്. നമ്മൾ സമയത്തിൻ്റെ പരിമിതി കാരണം അടുത്ത മൂജിബിലേക്ക് കടക്കുകയാണ്. അൽ മൂജിബുൽ ഖാമിസ്, അഞ്ചാമത്തെ കാര്യം, അൽ ഫിറാറു മിനൽ ഫിതൻ, ഫിത്നകളിൽ നിന്ന് അകലം പാലിക്കുക, ഫിത്നകളിൽ നിന്ന് ഓടി അകലുക. നോക്കൂ, നിങ്ങൾ തൊട്ടു മുമ്പ് നമ്മൾ കേട്ട ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹുവിൻ്റെ ഹദീസ്, മൻ നജാത്ത്, എന്താണ് രക്ഷാമാർഗം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായി കൊടുത്ത 3 കാര്യങ്ങളിൽ ഒന്നാമത്തേത് നാവിനെ നിയന്ത്രിക്കുക. രണ്ടാമത്തേത് എന്താണ്? വൽയസഅക ബൈതുക്, നിന്റെ വീട് നിനക്ക് വിശാലമാകുക. എന്താണ് വീട് വിശാലമാകുക എന്ന് പറഞ്ഞാൽ? വീട് വിശാലമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിത്നകളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന്, ശഹവത്തുകളിൽ നിന്ന് സുരക്ഷിതമായി ഞാനും എൻ്റെ ഇബാദത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും പരലോക ബോധവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വീട്ടിൽ കഴിഞ്ഞുകൂടുക. പുറത്തിറങ്ങിയാൽ, അങ്ങാടിയിൽ തെണ്ടിത്തിരിഞ്ഞാൽ, കടയോരങ്ങളിൽ, പീഡികത്തിണ്ണകളിൽ, ജനാരവങ്ങൾ കൂടുന്നിടത്ത്, ജനബാഹുല്യമുള്ളിടത്ത്, യുവാക്കൾ സാന്നിധ്യം അറിയിക്കുന്ന പൊതു ഇടങ്ങളിൽ, സാമൂഹിക പശ്ചാത്തലങ്ങളിൽ ഫിത്നകളിലേക്ക് മാടി വിളിക്കപ്പെടാതിരിക്കാൻ, ഫിത്നകളുടെ പൈശാചിക വലയത്തിൽ ജീവിതം ഹനിക്കപ്പെടാതിരിക്കാൻ, ഞാനും എനിക്ക് റബ്ബ് നിർബന്ധമാക്കിയ ഇബാദത്തുകളും മസ്ജിദും കഴിഞ്ഞാൽ നിന്റെ വീട്, മുസ്ലിമിന്റെ വീട്, മുഅ്മിനിന്റെ വീട് സുരക്ഷിതമാകണം, വിസ്തൃതമാകണം, വിശാലമാകണം. അത് ചെറ്റക്കുടിലാണെങ്കിലും ശരി, ഒരു മുറിയുള്ള ഒറ്റമുറി വീടാണെങ്കിലും ശരി, വാടകയ്ക്ക് നീ വാടക കൊടുക്കുന്ന ഒരു മുറിയാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെതിരായ ഹറാമുകളോ ശഹവത്തുകളോ ശുബഹത്തുകളോ ഇല്ലാതെ അള്ളാഹുവിനെ പേടിച്ച് കഴിയാൻ അന്നന്നത്തേക്കുള്ള അന്നം സംതൃപ്തിയോടെ, ആമാശയത്തിലേക്ക് തൃപ്തിയോടെ അള്ളാഹു തന്ന റിസ്ക് ഭക്ഷിച്ച് അവന് ശുക്ർ ചെയ്ത് അവനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ, ഫിത്നകളിൽ നിന്ന് സുരക്ഷിതമാകാനുള്ള ഇടമായിരിക്കണം വീട്. വൽയസഅക ബൈതുക്, ഫിത്നകളിൽ നിന്ന് ഒരു മുഅ്മിനെ സുരക്ഷിതമാക്കുന്ന ഇടമായിരിക്കണം വീട്. എന്നാൽ ഇന്നത്തെ വീടുകളുടെ അവസ്ഥ എന്താണ്? സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സകല ഫിത്നകളും നാട്ടിൽ നിന്ന്, അങ്ങാടികളിൽ നിന്ന്, തെരുവോരങ്ങളിൽ നിന്ന് വീട്ടിലേക്ക് വലിച്ചു കൊണ്ടുവരപ്പെടുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെയുള്ള വീടുകൾ ഫിത്നകളിൽ നിന്ന് സുരക്ഷിതമാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വീടുകൾ അള്ളാഹുവിൻ്റെ ദീനിനെതിരായ ശഹവത്തുകളുടെയോ ശുബഹത്തുകളുടെയോ ഫിത്നകൾ പേറാത്ത ഇടങ്ങളായി, സുരക്ഷിതമാകുന്ന ഇടങ്ങളായി നമ്മൾ മാറ്റണം. വീട് അത് പൈശാചികമാകാൻ ഒന്നും വേണ്ട. ഈ സാധനം മാത്രം മതി, ഈ സ്മാർട്ട് ഫോൺ ഇത് മാത്രം മതി. ഇതിൽ വിരൽത്തുമ്പിലൂടെ, നിർബാധമൊഴുകുന്ന ഇൻ്റർനെറ്റിലൂടെ ആളുകൾ ആസ്വദിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും പങ്കുവെക്കുന്നതും ചർച്ച ചെയ്തതും എന്താണ്? ഫിത്നയാണോ? അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മൾ സുരക്ഷിതമാക്കുന്ന നന്മയാണോ? ഹക്കാണോ ബാത്തിലാണോ?
ദലാലത്താണോ ഹിദായത്താണോ പരിശോധിക്കുക. നമ്മുടെ ചെറിയ മക്കളെ, കുട്ടികളെ സൂക്ഷിക്കുക. നമ്മൾ ഈ മഹാമാരിയിൽ നിന്ന്, ഈ കൊടും വൈറസിൽ നിന്ന് സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീടുകൾ ഫിത്നകളിൽ നിന്ന് സുരക്ഷിതമായ വിശാലമായ ഗേഹങ്ങളാക്കുമാറാകട്ടെ. ഇതാണ് എത്രാമത്തെ കാര്യം? 5-ാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഫിത്നകളിൽ നിന്ന് സദാ രക്ഷ ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തഅവ്വദു ബില്ലാഹി മിനൽ ഫിതൻ മാ ളഹറ മിൻഹാ വമാ ബതൻ. പ്രത്യക്ഷവും പരോക്ഷവുമായ സകല ഫിത്നകളിൽ നിന്നും നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുവിൻ. നമ്മുടെ ദുആകളിൽ ഫിത്നകളിൽ നിന്നുള്ള രക്ഷാചോദ്യം സ്ഥാനം പിടിക്കണം. എല്ലാ നിസ്കാരത്തിൻ്റെയും അവസാനത്തിൽ തശഹുദിൽ ഫൽയസ്തഇദ് ബില്ലാഹി മിൻ 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ നമ്മോട് പഠിപ്പിച്ചു. എല്ലാ നിസ്കാരത്തിലും മിൻ ഫിത്നത്തിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യ, ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, പിന്നെ ഫിത്നത്തി അദാബിൻ നാർ. ഈ 4 ഫിത്നകളിൽ നമ്മൾ രക്ഷ ചോദിക്കണം. ദുനിയാവിലെയും ആഖിറത്തിലെയും ഫിത്നകളിൽ നമ്മൾ രക്ഷ ചോദിക്കണം. പ്രത്യക്ഷവും പരോക്ഷവുമായ സകല ഫിത്നകളിൽ നിന്നും നമ്മൾ രക്ഷ ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ. ചില റിപ്പോർട്ടുകൾ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകം ആവർത്തിച്ചു, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ. സൗഭാഗ്യമടയുന്നവൻ, രക്ഷയർഹിക്കുന്നവൻ, വിജയം നേടുന്നവൻ, സുരക്ഷയൊരുങ്ങുന്നവൻ അവനാരാണ്? ലമൻ ജുന്നിബൽ ഫിതൻ, ഫിത്നകളിൽ നിന്ന് അകറ്റപ്പെടുന്നവനാണ്. ഒരു ഫിത്നക്കും വശംവദരാകാതിരിക്കാൻ, കാതു കൊടുക്കാതിരിക്കാൻ, കണ്ണു കൊടുക്കാതിരിക്കാൻ, സമയം കൊടുക്കാതിരിക്കാൻ, ബുദ്ധി പണയം വെക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം കേൾക്കുന്ന എന്നെ പോലെയുള്ള യുവാക്കൾ, ഫിത്നകളിൽ നിന്ന്, ഫിത്നകൾ എവിടെയുണ്ടോ അവിടെ നമ്മൾ ഓടി അകലുക. ഫിത്നകളിൽ വിവരമുള്ളവരെ, ഉലമാക്കളിലേക്ക് ഗൈഡ് ചെയ്യാൻ സാധിക്കുന്ന പ്രബോധകന്മാരുടെ, തുല്ലാബുൽ ഇൽമിന്റെ, ഉലമാക്കളിലേക്ക് വഴി കാണിക്കുന്നവരുടെ മാർഗം സ്വീകരിക്കാൻ നമ്മൾ ക്ഷമ കാണിക്കുക, വിവേകം കാണിക്കുക, എടുത്തു ചാടാതിരിക്കുക. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ, അൽ ഫിത്നതു ഇദാ അഖ്ബലത് അറഫഹ കുല്ലു ആലിം വൽ ഫിത്നതു ഇദാ അദ്ബറത് അറഫഹ കുല്ലു ജാഹിൽ. ഫിത്നകൾ അത് രംഗപ്രവേശം ചെയ്താൽ ഇൽമുള്ള, വിവരമുള്ള ആളുകൾ അറിയും അത് ഫിത്നയാണെന്ന്. അവർക്കറിയാം. അള്ളാഹു അവരുടെ ഖൽബിലിട്ട് കൊടുക്കുന്ന പ്രകാശം, ഹിദായത്തിന്റെ വെളിച്ചം, അതുകൊണ്ട് അവർ വിലയിരുത്തും ഇത് ഫിത്നയാണ്. അകലം പാലിക്കരുത്, മിണ്ടരുത്, ശബ്ദിക്കരുത്, മൗനം അവലംബിക്കണം. അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ ഫിത്നകളിൽ എടുത്തു ചാടി അതിൻ്റെ സകല ആധാറുകളും പേറി അതിൻ്റെ അനന്തര ഫലങ്ങളിൽ ഖേദത്തോടെ, ദുഃഖത്തോടെ തള്ളി നീക്കി അവസാനം ഫിത്നകൾ കൊണ്ട് അടികിട്ടി. അവസാനം ജാഹിലിയങ്ങൾ മനസ്സിലാക്കുന്നത് ഫിത്നയാണ്. ഫിത്ന വന്നതിൻ്റെ ആധാറുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണമായി, ദുരന്തമായി പിടികൂടിയതിന് ശേഷം അറിയും വിവരമില്ലാത്ത ജാഹിലിയങ്ങൾ അത് ഫിത്നയാണെന്ന്. അതുകൊണ്ട് വിവരമുള്ളവരിലേക്ക് മടങ്ങുക, വിവരമുള്ളവരിലേക്ക് നയിക്കുന്നവരിലേക്ക് നമ്മൾ മടങ്ങുക. ഫിത്നകളിൽ നമ്മൾ വിവേകത്തോടെ നിലപാട് സ്വീകരിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനോട് ഫിത്നകളിൽ നിന്ന് രക്ഷ ചോദിക്കുക. ഇതാണ് 5-ാമത്തെ കാര്യം. 6-ാമത്തെ കാര്യം, കസ്റത്തു ദുആഇ വൽ ലുജൂഇ ഇലല്ലാഹ്. അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക, അള്ളാഹുവിലേക്ക് സദാ മടങ്ങുന്നവനാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തരത്തിൻ്റെ കവാടങ്ങളിൽ മുട്ടിക്കൊണ്ടേയിരിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക. എന്തിനാണ് നാം അടിക്കുന്നത്? എന്തിനാണ് നാം ഉത്കണ്ഠയിലാകുന്നത്? എന്തിനാണ് നാം ആശങ്കയിലാകുന്നത്? എന്തിനാണ് നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്? എന്തിന് നമ്മൾ ഡിപ്രസ്ഡ് ആവണം? എന്തിന് നമ്മൾ ആങ്സൈറ്റിയിൽ അടിമപ്പെടണം? എന്തിന് ജീവിത നൈരാശ്യം ബാധിക്കണം? എന്തിനൊരു കയർത്തുമ്പിൽ ജീവിതം അവസാനിപ്പിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നിനക്ക് നിമിഷാർദ്ധ നേരങ്ങൾ കൊണ്ട് അനുകൂലമാക്കുന്ന റബ്ബിനോട് പറയൂ. നീ പടപ്പുകളോട് വിഷമം പറയുന്നതിന് മുമ്പ്, സൃഷ്ടികളുടെ മുമ്പിൽ നിന്റെ ദുഃഖത്തിന്റെ മാറാപ്പുകൾ കെട്ടഴിക്കും മുമ്പ് അള്ളാഹുവിനോട് പറയൂ, ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വ ഖുഫ്യ. ഗോപ്യമായി, രഹസ്യമായി, വിനയാന്യതമായി നിന്റെ റബ്ബിനോട് ചോദിക്കൂ. അവൻ പറഞ്ഞില്ല, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. വഖാല റബ്ബുക്കും ഉദ്ഉനി, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചാൽ അവരോട് പറഞ്ഞേക്ക് നബിയേ, ഫഇന്നി ഖരീബ്, ഞാൻ അവർക്ക് സമീപസ്ഥനാണ്. ദൂരെയുള്ളവനല്ല, ഇടയാളനെ വെച്ച്, മധ്യവർത്തിയെ വെച്ച് അടുപ്പിക്കാൻ അകലെയുള്ളവനല്ല നിങ്ങളുടെ റബ്ബ്. കേൾക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, മനുഷ്യന്റെ മനസ്സിന്റെ മന്ത്രണങ്ങൾ അതുപോലും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന, കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്ന റബ്ബ്, നീ എവിടെ നിന്ന് വിളിച്ചാലും, ഏതു പ്രതിസന്ധിയുടെ ആഴക്കയങ്ങളിൽ നിന്ന് വിളിച്ചാലും അള്ളാഹു നിനക്ക് ഉത്തരം നൽകും.
അവൻ നിന്നോട് സമീപസ്ഥനാണ്. അവനോട് ചോദിക്കൂ, അവൻ ഉത്തരം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാൻ, അവനോട് ദുആ ചെയ്യാൻ, മടുപ്പില്ലാതെ നിരന്തരം അവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. അള്ളാഹുവിനോട് നീ ചോദിക്കാതിരുന്നാൽ വഇദാ ലം യസ്അലില്ലാഹ് യഗ്ദബ് അലൈ, അവനോട് ചോദിക്കാതിരുന്നാൽ അവൻ നമ്മോട് കോപിക്കും. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, സദാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ. അദ്ദുആഉ മിഫ്താഹു കുല്ലി ഖൈരിൻ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ദുആ ആണ് എല്ലാ നന്മയുടെയും താക്കോൽ. നിനക്ക് രക്ഷ വേണോ, നിനക്ക് വിജയം വേണോ, നിനക്ക് സൗഭാഗ്യം വേണോ, നീ നന്മ ആഗ്രഹിക്കുന്നുവോ, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നീ മോഹിക്കുന്നുവോ, ചോദിക്കൂ നീ റബ്ബിനോട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലാഹുവേ നിന്നെ ദിക്ർ ചെയ്യാൻ, വഅസ്തഗ്ഫിറുല്ലാഹ് നിന്റെ നാവ് കൊണ്ട് ഉരിയാടാൻ, അൽഹംദുലില്ലാഹ് എന്ന് നീ മനം തൊട്ടൊന്ന് സ്തുതിക്കാൻ, അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് നിന്റെ നാവ് കൊണ്ട് മന്ത്രിക്കാൻ. അള്ളാഹുവിന്റെ സഹായം നിനക്ക് വേണം. അള്ളാഹുവിനോട് ചോദിക്കൂ, അള്ളാഹു നീ എന്നെ സഹായിക്കണമേ, നിന്നെ ദിക്ർ ചെയ്യാൻ, നിനക്ക് ശുക്ർ ചെയ്യാൻ, നിനക്ക് നന്ദി ചെയ്യാൻ, നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യാൻ. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്റുകൾ നമ്മളെ പഠിപ്പിച്ച ദിക്റാണ്, ദുആ ആണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ അവസാനത്തിൽ ചൊല്ലേണ്ടുന്ന ദിക്റാണിത്. നന്നായി നിനക്ക് ഇബാദത്ത് ചെയ്യാൻ പോലും ഹയ്യ അല സ്വലാ ഹയ്യ അലൽ ഫലാ എന്ന് ബാങ്കുലി മുഴങ്ങുമ്പോൾ, വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ പറയുന്ന ദിക്ർ ഏതാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്താണ് അതിന്റെ രഹസ്യമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബാങ്കിലെ മറ്റു ലഫ്ദുകൾക്കൊക്കെ അതേപോലെ നമ്മൾ മറുപടി പറയുമെങ്കിൽ ഹയ്യ അല സ്വലാ ഹയ്യ അൽ ഫലാ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള വിളിയാളം, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. വിജയത്തിലേക്കോ നിസ്കാരത്തിലേക്കോ നന്മയിലേക്കോ ഇബാദത്തിലേക്കോ വരാൻ എനിക്ക് സാധിക്കുകയില്ല റബ്ബേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നിന്റെ തൗഫീഖ് ഇല്ലാതെ, നിന്റെ കഴിവും ശക്തിയും കൊണ്ടല്ലാതെ എനിക്കൊന്നും സാധ്യമല്ല. അതുകൊണ്ട് നീ എന്നെ സഹായിക്കണമേ. നിന്റെ തൗഫീഖ്, നീ വിളിക്കുന്ന വിജയത്തിലേക്ക്, നീ വിളിക്കുന്ന നിസ്കാരത്തിലേക്ക് വരാൻ നിന്റെ തൗഫീഖ് എനിക്ക് നൽകണമേ. നിന്റെ തൗഫീഖ് അല്ലാതെ മറ്റൊന്നും എനിക്ക് അതിന് സാധ്യമാക്കുകയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതാണ് മുവഹിദിന്റെ ഭാഷ്യം. ഇതാണ് മുഅ്മിനിന്റെ ഹൃദയത്തിൽ മന്ത്രിക്കേണ്ടുന്ന മന്ത്രം. സ്വർഗത്തിന്റെ നിധികളിൽ ഒരു നിധി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. തൗഹീദിന്റെ സാക്ഷാത്കാരം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടാൻ, നിരന്തരം ദുആ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന മഹാമന്ത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായ ദുആ, ഏറ്റവും മഹത്തായ ദുആ ഏതാണ്? ദുആ നിത്യവും ഒരു മുസ്ലിം 5 നേരവും കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മുസ്ലിം ദിവസവും 17 തവണ നിർബന്ധമായും ഉരിയാടുന്ന മഹത്തായ ദുആ. ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമും മഅ്മൂമീങ്ങളും ഒരുപോലെ ദുആ ചെയ്യുന്നു, ഒരുമിച്ച് ആമീൻ പറയുന്നു. മലക്കുകൾ ആമീൻ അതിനോട് യോജിച്ചു വരുന്നു. അല്ലാഹു സ്വീകരിക്കുന്നു ഇൻഷാ അല്ലാഹ് ബിഇസ്നില്ലാഹി തബാറക വ തആല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതിനേക്കാൾ മഹത്തായ ഒരു ദുആ ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ നിത്യജീവിതത്തിൽ ഇത്രമേൽ ദുആ ആവർത്തിക്കപ്പെടുന്നത്. അതാണ് അതിന്റെ രഹസ്യം. പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയെ പോലെയുള്ളവർ പറയുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ദുആ നിത്യവും സുന്നത്ത് നിസ്കാരങ്ങളിലും ഫർള് നിസ്കാരങ്ങളിൽ നമ്മൾ ആവർത്തിക്കുന്നു. എന്താണ് അതിന്റെ രഹസ്യമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഇന്നു മുതൽ ചിന്തിക്കണം. ഇന്നു മുതൽ ഓരോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ദുആയിലും എന്താണ് അതിന്റെ അർത്ഥം, എന്താണ് അതിന്റെ ജീവൻ, എന്താണ് അതിന്റെ ആത്മാവ്, എന്താണ് അതിന്റെ പ്രസക്തി എന്ന് മനസ്സ് തൊട്ട് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത്ഭുതകരമാണ് ആ ദുആ, അപാരമാണ് ആ ദുആ. അല്ലാഹുവിൽ നിന്നുള്ള സകല രക്ഷയും സമാധാനവും വിജയവും ദുനിയാവിലും ആഖിറത്തിലും നേടിത്തരുന്ന മഹത്തായ സമാനതകളില്ലാത്ത ദുആ ആണ് ദുആ. അതുകൊണ്ടാണ് ഇത്രമേൽ മുസ്ലിമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്തായ ദുആകൾ നമ്മൾ പ്രാർത്ഥിക്കുക. ഖുർആനിൽ അംബിയാ മുർസലീങ്ങളുടെ മഹത്തായ ദുആകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ ചോദിച്ചുള്ള ദുആകൾ നമുക്ക് ധാരാളം കാണാം. പഠിക്കുക, ജീവിതത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കുക. അദ്ദുആഉ മിഫ്താഹു കുല്ലി ഖൈരിൻ. മുസ്ലിമിന്റെ വജ്രായുധമാണ്. ദുആഇനേക്കാൾ സ്ട്രോങ് ആയ മറ്റൊരു വെപ്പണും മുസ്ലിമിന്റെ പക്കലില്ല. മുസ്ലിമിന്റെ വജ്രായുധമാണ്. ഏതാണവായുധങ്ങളെക്കാൾ, ഏതു മിസൈലുകളെക്കാൾ, ഏതു മെഷീൻ ഗണ്ണുകളെക്കാളും മുസ്ലിമിന് ശത്രുക്കൾക്കെതിരെയും സ്വന്തം ജീവിതത്തിലെ നന്മകൾ സ്വായത്തമാക്കാനും എപ്പോഴും പ്രയോഗിക്കാവുന്ന രഹസ്യമായ അമൂല്യമായ വജ്രായുധമാണ് ഹിസ്നുൽ മുഅ്മിൻ, അല്ലാഹുവിനോടുള്ള ദുആ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുക. ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഫലസ്തീനിലെ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു ചെലവുമില്ലാതെ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന, അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സഹായം
അവർക്ക് വേണ്ടിയുള്ള ദുആ ആണ്. ദുആന് ഉത്തരം ലഭിക്കുന്ന പ്രത്യേക സന്ദർഭങ്ങൾ അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുക. ദുആ കൈമുതലാക്കുക. ഇതാണ് 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം മുലാസമത്തു തൗബത്തി വൽ ഇസ്തിഗ്ഫാർ. അള്ളാഹുവിനോട് നിരന്തരം തൗബയും ഇസ്തിഗ്ഫാറും ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഹദീസിൽ പറഞ്ഞ 3ാമത്തെ കാര്യം. വബ്കി അലാ ഖതീഅതി. നിന്റെ തിന്മകളെക്കുറിച്ച് ഓർത്ത് നീ കരയുക. തൗബയാകുന്ന കരച്ചിൽ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടുള്ള കരച്ചിൽ നിരന്തരം നിന്റെ ജീവിതത്തിൽ. എത്ര തവണ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എത്ര തവണയാണ് സഹോദരങ്ങളെ? സ്വഹാബത്ത് പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു മജ്ലിസിൽ റബ്ബി ഗഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം, അള്ളാഹു നീ എനിക്ക് പൊറുത്തു നൽകണമേ, എൻ്റെ തൗബ സ്വീകരിക്കണമേ, നീ അങ്ങേയറ്റം പൊറുക്കുന്നവനും തൗബ സ്വീകരിക്കുന്നവനുമാണല്ലോ എന്ന് 100 തവണ ഒരു മജ്ലിസിൽ അവിടുന്ന് 100 തവണ ഇത് ആവർത്തിച്ചതായി സ്വഹാബത്ത് കൗണ്ട് ചെയ്തിരുന്നു, സ്വഹാബത്ത് എണ്ണിയിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഞാനെന്നും സദാ ദിവസവും 70-ലധികം തവണ അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ എന്ന് പറയാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി അല്ലാഹു സത്യം എന്ന് പറഞ്ഞ് നമ്മെ കേൾപ്പിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പാപക്കറയും തൊട്ടു തീണ്ടാത്ത നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ദിവസവും 70-ലധികം തവണ ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ എത്ര ദിവസമാണ് അത് വിട്ടുപോയത്? നമ്മൾ എത്ര ദിവസമാണ് അതിനെക്കുറിച്ച് അശ്രദ്ധയിലായത്? അതുകൊണ്ട് തൗബയും ഇസ്തിഗ്ഫാറും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ എത്ര സ്വാധീനം ചെലുത്തുമെന്നതിന് ഉദാഹരണമാണ്, മാതൃകയാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുആ ചെയ്യുക. സുജൂദിൽ അല്ലാഹുമ്മ ഗഫിർലി ദംബി കുല്ല ദിക്കഹു വജില്ല വഅവ്വലഹു വആഖിറ വഅലാനിയതഹു വസിറ എന്ന തൗബയുടെയും ഇസ്തിഗ്ഫാറിൻ്റെയും ദുആ നമ്മൾ അധികരിപ്പിക്കുക. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, സലഫുകളിൽ ചിലർ പറഞ്ഞു, ഒരാൾ അവൻ്റെ കയ്യിൽ രക്ഷാമാർഗമുണ്ട്, ആ രക്ഷാമാർഗമുണ്ടായിട്ടും അത് പ്രയോഗിക്കാത്ത അവൻ എത്ര ഹതഭാഗ്യനാണ്. ഏതാണ് ആ രക്ഷാമാർഗം? തൗബയാണ്, ഇസ്തിഗ്ഫാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. തൻ്റെ നന്മയുടെ ശേഖരങ്ങളിൽ, ഏടുകളിൽ ധാരാളം ഇസ്തിഗ്ഫാർ ഉള്ളവന് സ്വർഗപ്രവേശം കൊണ്ട് സ്വാഗതം, മംഗളമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ സ്വർഗപ്രവേശത്തിന്, നരകമോചനത്തിന്, രക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നന്മയുടെ ഏടായി, അടയാളമായി മാറണം തൗബയും ഇസ്തിഗ്ഫാറും. ദിവസവും രാവും പകലും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. 8ാമത്തെ കാര്യം അൽ ഹദ്റു മിനൽ ഉജ്ബി വൽ ഇഗ്തിറാർ. സ്വയം അത്ഭുതം കൂറുകയും ആത്മാഭിമാനം കൊള്ളുകയും ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ ജാഗരൂകരാകണം. നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ മതിപ്പുള്ളവരാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫലാ തുസക്കു അൻഫുസകും ഹുവ അഅലമു ബിമൻ ഇത്തഖാ. സൂറത്തു നജ്മിൽ, നിങ്ങൾ ആത്മപ്രശംസ കൈക്കൊള്ളുന്നവരാകരുത്, നിങ്ങൾ സ്വയം പുകഴ്ത്തുന്നവരാകരുത്. അള്ളാഹുവിനറിയാം ഹൃദയങ്ങളിൽ തഖ്വ പാലിച്ചവൻ ആരാണ് എന്ന്, അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിച്ചവൻ ആരാണെന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് നമ്മൾ നമ്മെക്കുറിച്ച് മതിപ്പില്ലാത്തവരാകണമെന്നതാണ്. നേരത്തെ പറഞ്ഞല്ലോ, മുഅ്മിൻ നന്മകൾ ചെയ്യുന്നതോടൊപ്പം പേടിക്കുന്നവനായിരിക്കും. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അള്ളാഹുവിന് വേണ്ടി നൽകുന്നതെല്ലാം നൽകുകയും പ്രവർത്തിക്കുന്നതെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ മുഅ്മിനീങ്ങൾ. വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറച്ചുകൊണ്ടായിരിക്കും. വഅന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവരവരുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണെന്നുള്ള ചിന്ത അവർക്കുണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്തിറങ്ങിയപ്പോൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, നന്മകൾ ചെയ്തിട്ട് അവർ പേടിക്കുന്നത് മദ്യപിക്കുന്നത് കൊണ്ടാണോ, വ്യഭിചരിക്കുന്നതുകൊണ്ടാണോ, മോഷ്ടിക്കുന്നതുകൊണ്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അല്ല, ലാ യാ ബിൻത സിദ്ദീഖ്, അതുകൊണ്ടല്ല. അവർ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഇബാദത്തുകൾ ചെയ്യുന്നു, നന്മകൾ ചെയ്യുന്നു, എന്നിട്ടും പേടിക്കുന്ന തിന്മകൾ അപ്പുറത്ത് ചെയ്യുന്നത് കൊണ്ടല്ല. മറിച്ച് ആ ചെയ്ത നന്മകൾ അള്ളാഹു അവരിൽ നിന്ന് വഅല്ലാ യുഖ്ബല മിൻഹും, സ്വീകരിക്കാതെ പോയെങ്കിലോ, ചെയ്ത നന്മകൾ സ്വീകരിക്കാതെ പോയെങ്കിലോ എന്ന പേടിയാണ്. അതാണ് മുഅ്മിനിന്റെ നിലവാരം. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്ര നന്മയിൽ നമ്മൾ സഞ്ചരിച്ചാലും, എത്ര മുത്തഖിയാണെന്ന് നമ്മൾ സ്വയം അഭിമാനം കൊണ്ടാലും, സലഫിയത്തിന്റെ വൻമരങ്ങളാണ് എന്ന് നമ്മൾ അഹങ്കരിച്ചാലും, ഹക്കിൽ 100% കാലുറച്ചവനാണ് എന്ന് നമ്മുടെ മനസ്സ് മന്ത്രിച്ചാലും, ഇല്ല, നമ്മൾ ആത്മാഭിമാനം കൊള്ളുന്നവരല്ല, കുറവുകളുള്ളവരാണ്, തിരുത്തേണ്ടവരാണ്, മാറേണ്ടവരാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാകണം. ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ചോദിച്ചില്ലേ, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ്? അവർ പറഞ്ഞു, മൻ ളന്ന അന്നഹു മുഹ്സിൻ വഹുവ മുസീ. ആരാണോ ഞാൻ ഉഷാറാണ്, ഞാൻ നല്ലവനാണെന്ന് വിചാരിക്കുന്നത്, അവനാണ് ഏറ്റവും മോശപ്പെട്ടവൻ. ഞാൻ നല്ലവനാണ് എന്ന് സ്വയം വിചാരിക്കുന്നവൻ
സ്വന്തത്തിന് താൻ തന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുക എന്നത് മോശം പ്രവൃത്തിയുടെ അടയാളമാണ്. നമ്മൾ അങ്ങനെ ആകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസു മുഹ്ലികാത്ത്, 3 നാശഹേതുകമായ കാര്യങ്ങൾ, മനുഷ്യന്റെ ദീനും ദുനിയാവും ഒരുപോലെ നശിപ്പിക്കുന്ന 3 കാര്യങ്ങളിൽ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ഇഅജാബുൽ മർഇ ബിനഫ്സി, മനുഷ്യൻ അവന്റെ സ്വന്തം പ്രവർത്തനങ്ങളിൽ അത്ഭുതം കൂറുന്ന, ആത്മാഭിമാനം കൊള്ളുന്ന അവസ്ഥയാണ്. നമ്മളത് വഞ്ചിച്ചുകൂടാ. എത്ര നന്മകൾ ചെയ്താലും എത്ര തിന്മകളിൽ നിന്നകന്നാലും നമ്മൾ തിരുത്തേണ്ടവരാണ്, മാറേണ്ടവരാണ്, കുറവുള്ളവരാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 9ാമത്തെ കാര്യം, തദക്കുറുൽ ഹിസാബി വൽ വുഖൂഫ് ബൈന യദയില്ലാഹ്, അള്ളാഹുവിൻ്റെ വിചാരണയും അവൻ്റെ മുമ്പിൽ നിൽക്കണമെന്ന ചിന്തയും അതോർത്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരണ നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുക. ഇവിടെ പലരിൽ നിന്നും മറച്ചു വെച്ച് മൂടിവെച്ച് രഹസ്യമായി പുറത്തേക്കൊന്ന് അഭിനയിച്ച് ഉള്ളിൽ വേറൊന്നൊതുക്കി നമ്മൾ നടക്കുന്നുണ്ടാകാം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ചിലപ്പോൾ വഞ്ചിക്കുന്നുണ്ടാകാം, നമ്മുടെ ഇണകളെ നമ്മൾ വഞ്ചിക്കുന്നുണ്ടാകാം, നമ്മുടെ ആദർശ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ നമ്മൾ വഞ്ചിക്കുന്നുണ്ടാകാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഒരു വഞ്ചനയാകുകയില്ല. എല്ലാ രഹസ്യവും പരസ്യമാകുന്ന ഇടം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, അള്ളാഹുവിൻ്റെ കോടതിയിൽ മഹ്ശറിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും മുമ്പ് സ്വയം ഒന്ന് വിചാരണ ചെയ്യുക, ആത്മവിചാരണ ചെയ്യുക. വസിനു അൻഫുസകും ഖബ്ല അൻ തൂസനു, നിങ്ങളുടെ നന്മതിന്മകൾ തുലാസിലേറ്റപ്പെടും മുമ്പ് നിങ്ങളൊന്ന് സ്വയം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ തൂക്കി നോക്കുക, എന്താണ് അവസ്ഥയെന്ന്. വതസയ്യനു ലിൽ അർദിൽ അക്ബർ, ഏറ്റവും വലിയ പ്രദർശന നഗരിയിലേക്ക് വേണ്ടി നിങ്ങൾ അലങ്കൃതരാകുക, അണിഞ്ഞൊരുങ്ങുക. യൗമ ലാ യഖ്ഫാ അലല്ലാഹി മിൻകും ഖാഫിയ, അന്നേ ദിവസം നിങ്ങളുടെ ഒരു രഹസ്യവും അള്ളാഹുവിൻ്റെ അടുക്കൽ രഹസ്യമാകാത്ത സർവ്വ രഹസ്യങ്ങളും പരസ്യമാകുന്ന ദിവസം. ആ ദിവസം നമ്മൾ എന്നും ഓർക്കുക, ഏത് നിമിഷവും ഓർക്കുക. അള്ളാഹുവിൻ്റെ വിചാരണ നമ്മൾ ഓർക്കുക, അവൻ്റെ മുമ്പിലുള്ള നിൽപ്പ് നമ്മൾ ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ, ആരാണോ റബ്ബിൻ്റെ മുമ്പിൽ മഹ്ശറിൽ വിചാരണക്ക് കേണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സന്നിധിയിൽ നിൽക്കേണ്ടി വരുമെന്ന ഭയമുള്ളത്, ആർക്കാണോ വനഹ അൻ-നഫ്സ അനിൽ ഹവാ, ആ വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം ഇച്ഛകൾ, അഭീഷ്ടങ്ങളെ, തോന്നിവാസങ്ങളെ അടക്കി നിർത്തിയതാരാണോ, കടിഞ്ഞാനിട്ടതാരാണോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവനാണ് രക്ഷയുടെ മാർഗമായ, വിജയത്തിൻ്റെ ശാതുല തീരമായ സ്വർഗമാകുന്ന സങ്കേതം. അവനാണ് വിജയം, അവനാണ് രക്ഷ, അവനാണ് സ്വർഗപ്രവേശം. അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയുണ്ട് എന്ന ചിന്തയോടെ തോന്നിവാസങ്ങളിൽ നിന്ന്, ഹവകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവൻ, ആ ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകുക. ഇതാണ് 9ാമത്തെ കാര്യം. 10ാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, സഹോദരങ്ങൾ, അൽ മൂജിബുൽ ആഷിർ അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. സാധിക്കുന്നത് പോലെ നമ്മൾ പഠിച്ച ദീനനുസരിച്ച്, നമ്മൾ അമലാക്കിയതനുസരിച്ച് ഹക്കായ കാര്യങ്ങൾ, നന്മയാകുന്ന കാര്യങ്ങൾ, തെളിവുകൾ സഹിതം നമ്മൾ പഠിച്ചു പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സാധിക്കുന്ന ഇടങ്ങളിൽ അത് പകർന്നു കൊടുക്കാൻ, പ്രചരിപ്പിക്കാൻ, നന്മ കൽപ്പിക്കാൻ, തിന്മ വിലക്കാൻ ആദ്യം നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ രക്തബന്ധുക്കൾ, പിന്നെ നമ്മുടെ അയൽവാസികൾ, പിന്നെ നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ, നമ്മുടെ നാട്, ഇങ്ങനെ സാധിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നന്മകൾ കൽപ്പിക്കാനും തിന്മകൾ വിലക്കാനും ആദ്യം സ്വന്തം ജീവിതത്തിൽ സ്വയം നമ്മളിലേക്ക് നമ്മൾ നന്മ കൊണ്ട് ചൂണ്ടണം, തിന്മ കൊണ്ട് വിലക്കണം. എന്നിട്ട് മറ്റുള്ളവരിലേക്ക് നമ്മൾ തിരിയണം. ഇങ്ങനെ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്നുള്ളത് രക്ഷ നേടാനും അള്ളാഹുവിൻ്റെ സഹായം വിജയവും ഉണ്ടാകാനും പ്രധാനപ്പെട്ട കാരണമാണ്. അതല്ലെങ്കിൽ സമൂഹത്തെ ഒന്നടങ്കം അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടാൻ, ഫിത്നയായി മാറാൻ അത് കാരണമാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അശ്റു മൂജിബാത്തിൽ നജാത്ത് എന്ന റിസാലയിൽ 10 രക്ഷാമാർഗങ്ങളായി എണ്ണിയത്. വിശദമായി നിങ്ങൾ ഈ റിസാല വായിക്കുക. അവസാനം ഇതിൻ്റെ ഖാത്തിമയിൽ, കൺക്ലൂഷനായി അദ്ദേഹം നൽകുന്ന സുഫിയാൻ സൗരി റഹിമഹുല്ലയുടെ മഹത്തായ ഒരു ഉപദേശമുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആഫാന അല്ലാഹു വഇയ്യാക മിന സൂഇ കുല്ലിഹി യാ അഖി. സുഫിയാൻ സൗരി റഹിമഹുല്ലയോട് ഉപദേശം തേടിക്കൊണ്ട് ഒരു മനുഷ്യൻ കത്തെഴുതി. അദ്ദേഹം തിരിച്ച് ആ മനുഷ്യനെ ഉപദേശിച്ചുകൊണ്ട് കത്തെഴുതാണ്. ആഫാന അല്ലാഹു വഇയ്യാക മിന സൂഇ കുല്ലിഹി യാ അഖി, എൻ്റെ സഹോദര, സകല പ്രയാസങ്ങളിൽ നിന്നും, തിന്മകളിൽ നിന്നും, അരുതായ്മകളിൽ നിന്നും, ഷർറുകളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നിനക്ക് ആഫിയത്തും സൗഖ്യവും സുഖവും പ്രദാനം ചെയ്യട്ടെ. ഇന്ന ദുനിയ ഗമ്മുഹാ ലാ യഫ്ന വഫറഹുഹാ ലാ യദൂം വഫിക്റുഹാ ലാ യൻഖദി
ദുനിയാവിലെ നിന്റെ മോഹങ്ങളും ആകുലതകളും വ്യാധികളും ദുനിയാവിനെക്കുറിച്ചുള്ള നിന്റെ സന്തോഷവും അഭിരമിക്കലും ഒന്നും അസ്തമിക്കുകയില്ല. ദുനിയാവിൻ്റെ ചിന്തകളുമായി നീ ജീവിച്ചാൽ മരിക്കുവോളം നിന്റെ മനസ്സിൽ, നിന്റെ ജീവിതത്തിൽ ആ ചിന്തകൾ ഉണ്ടാവും, അസ്തമിക്കുകയില്ല. അതുകൊണ്ട് ഫഅമൽ ലിനഫ്സിക ഹത്താ തൻജു, ഏത് നിമിഷവും അവസാനിക്കുന്ന നിന്റെ ജീവിതത്തിൽ ആഖിറത്തിന് വേണ്ടി, അവസാനിക്കാത്ത ആഖിറത്തിന് വേണ്ടി, അവിടെ രക്ഷ ലഭിക്കാൻ, അവിടെ വിജയം നേടാൻ നീ പണിയെടുക്കുക. വലാ തതവാന ഫതഅതബ്, നാളെ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് എന്ന് നീ മടിയിലോ അലസതയിലാകരുത്. ഫതഅതബ്, അങ്ങനെ നീ പിന്നീട് നീട്ടിവെച്ചാൽ, പിന്നോട്ടേക്ക് മാറ്റിവെച്ചാൽ, മടിയിലും അലസതയിലും കഴിഞ്ഞുകൂടിയാൽ നീ നശിച്ചു പോകും. ദുനിയാവിന് വേണ്ടി ജീവിച്ച് ദുനിയാവിനോട് കൂറുപുലർത്തി ദുനിയാവിൽ മരിച്ച് ദുനിയാവിൽ ഒടുങ്ങുന്നവനായി നീ മാറും. പരലോകത്തിന് വേണ്ടി ജീവിച്ചു മരിക്കാതെ നീ നശിച്ചു പോകേണ്ടി വരും. വസ്സലാം, അള്ളാഹു നിനക്ക് സലാമും രക്ഷയും സമാധാനവും നൽകട്ടെ. ഹിമ്മത്തുൽ ആഖിലി ഫിൻ നജാത്തി വൽ ഹറം, മുഹമ്മദ് ബിൻ സമ്മാഖ് റഹിമഹുള്ള പറഞ്ഞു, ബുദ്ധിയുള്ളവൻ്റെ ചിന്തയും വിചാരവും തേട്ടവും ലക്ഷ്യവും എന്തിനു വേണ്ടിയായിരിക്കും? ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ രക്ഷ നേടുന്ന, പരലോകത്തെ യഥാർത്ഥ രക്ഷയും വിജയവും നേടുന്ന കാര്യങ്ങളായിരിക്കും. അതിൽ അവന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ അവൻ ഓടിയകലും. വഹിമ്മത്തുൽ അഹ്മഖ്, എന്നാൽ വിഡ്ഢി, വിവരദോഷി, അവൻ്റെ ലക്ഷ്യവും തേട്ടവും ദുനിയാവിൻ്റെ സുഖങ്ങളിലും ആസ്വാദനങ്ങളിലും കളിതമാശകളിലുമായിരിക്കും. ഇതിലേതിലാണ് നാം രക്ഷയുടെ പരലോകത്തിന് വേണ്ടിയുള്ള ചിന്തയിലും ചർച്ചയിലും പ്രവർത്തനത്തിലുമാണോ, അതല്ല നശിക്കുന്ന ദുനിയാവിൻ്റെ സുഖലോലുപതയിലും ആസ്വാദനത്തിലും കളിതമാശയിലുമാണോ നമ്മൾ സ്വയം വിലയിരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് ഇവിടെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു രക്ഷ നൽകുന്ന, വിജയം ലഭിക്കുന്ന, സൗഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ, അവൻ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് അതിലായി ജീവിച്ചു മരിച്ച് നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും, നമ്മെ വേണ്ടപ്പെട്ടവരെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉഹിബ്ബുക്കും ഫില്ലാഹ്.